E-Master Digital Education App Kerala syllabus 8ാം ക്ലാസ് മുതൽ +2 വരെ. Download now. ഹലോ നമസ്കാരം ഫ്ലവർ ആക്ഷൻ. നമസ്കാരം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പൊന്നോണം വരവായി എല്ലാവർക്കും സുപ്രഭാതം കേബിൾ വിഷന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കട്ട്. ഇത് പൊളിച്ചട്ടോ. Okay അല്ലേ? മുതലാളി കലക്കി. ഒന്നുകൂടി ഞാൻ പിടിക്കും. മുതലാളി അല്ലെങ്കിലും കലക്കാൻ എടുക്കണല്ലോ. അതെ, ഒന്നുകൂടി എടുക്കാൻ പറ്റുമോ? എന്താ ഞാൻ നന്നായി ചെയ്തല്ലേ? അല്ല, റോൾ ചെയ്യാൻ മറന്നുപോയി. എടാ, ആണ്ടും കൊല്ലത്തെയാണ് അങ്ങേര് അരി പറക്കാണ്ട് ഒരു സാധനം പറയണത്. അത് നീ റോൾ ചെയ്യാൻ മറക്കൂ. എങ്ങനെ പരിപാടി വെച്ചാൽ അത് പൊളിയും. അത് അച്ചട്ടാ. എടാ എന്തും ഞാൻ രാവിലെ തൊട്ട് നിന്നെ ശ്രദ്ധിക്കുക. നിനക്കെന്താ ഒരു ടെൻഷൻ? അല്ല, ഇന്ന് മറ്റേ +2 പരീക്ഷയുടെ റിസൾട്ട് അല്ലേ? അതിന് നീ ടെൻഷൻ അടിക്കണെന്താണ്? നീ എന്തായാലും തോക്കില്ലേ? എടാ, നിനക്ക് അതൊക്കെ പുത്തിരിയാണോടാ. 4-5 തവണ എഴുതി തോറ്റ് തെളിയിച്ച ആളല്ലേ നീ. ഇത്തവണ തോറ്റാ നമ്മൾ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ ഇനി അങ്ങനെ നടക്കല്ല. എന്താ +2 പരീക്ഷ ഇന്നത്തോടുകൂടി നിർത്തൂ? അല്ല, ഇനി തോറ്റാ പറഞ്ഞിങ്ങനെ അച്ഛൻ പറഞ്ഞ് പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. ചേടാ ഭാഗ്യവാനേ. എടാ എന്തോ നീ വിഷമിക്കണ്ട. ലോകം തോറ്റവരുടെ കൂടെയാണ്. നീ ബിൽഗേറ്റ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പഠിക്കാൻ കഴിവില്ലാത്തനാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. പിന്നീട് സംഭവിച്ചതോ ചരിത്രം. ചരിത്രം അല്ല, ആരായി ബിൽഗേറ്റ്സ്? അറിയില്ല. ഇതറിയില്ല. ഇല്ലല്ല. നീ മസാല ബോണ്ട എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. മസാല ബോണ്ട കണ്ടുപിടിച്ച മഹാൻ. അത് ശരി, കൊള്ളാലോ. പോട്ടർ ഒന്നും ആയിരിക്കില്ല, ഇത്രയും വലിയ കണ്ടുപിടുത്തൊക്കെ നടത്തിയ ആളല്ലേ? എടാ നീ റിസൾട്ട് പോയി നോക്കിട്ട് വാ. അപ്പൊ ഇത് അതൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അത് കേട്ടോ. ഓക്കെ. പാവല്ലേ, തോറ്റുപോകായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമല്ലേ? പിന്നെ അപ്പൊ എടുത്തോ? ഇല്ല, അത് ഞാൻ അത് പറഞ്ഞപ്പോഴേ ഓർത്തെ. ഞാൻ പോയിട്ട് നമ്മുടെ മൃഗ ഡോക്ടറെ ഒന്ന് വിളിച്ചോണ്ട് വരട്ടെ. നമ്മുടെ സോണിയക്ക് വയ്യ. സോണിയോ? അയ്യോ, നമുക്ക് കുറച്ച് പശുക്കളുണ്ട്. സോണി പശു. സോണി പശു. അപ്പൊ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അല്ല, എന്നാൽ ഇതാരും പിന്നെ നീ തന്നെ ചെയ്താൽ മതി. ഓടി ഇവിടെ ഒന്ന് നിൽക്കുക, റെക്കോർഡ് ഓൺ ചെയ്യുക, അവിടെ പോയി നിൽക്കുക, അഭിനയിക്കുക, വീണ്ടും തിരിച്ചു വരിക, റെക്കോർഡ് ഓൺ ചെയ്യുക, അവിടെ പോയി അഭിനയിക്കുക. വെരി സിമ്പിൾ. അപ്പൊ തെറ്റിയാലോ? തെറ്റി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കടാവേ. ക്യാമറ റോൾ, ആക്ഷൻ. നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം കേബിൾ വിഷന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഡോക്ടറെ കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിക്കും. അല്ല, നിങ്ങൾ ഈ MBBS ഒക്കെ എടുക്കാണ്ടേ ഈ പശുക്കളുടെ പരിപാടി പിടിക്കാൻ കാരണം എന്താണ്? പശുക്കളുടെ പരിപാടിയാ? അതായത് ഈ മൃഗ ഡോക്ടർ പരിപാടി. അതായത് ഈ മനുഷ്യരെ ചികിത്സിച്ചിട്ട് വല്ല അബദ്ധം പറ്റി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ നമ്മളെ അടുത്ത് പഞ്ഞിക്കിടും. ഇത് ഈ മിണ്ടാ പ്രാണികളാവും, പിന്നെ പ്രശ്നമൊന്നുമില്ല, പരാതിപ്പെടില്ല. ഞാൻ തെരഞ്ഞെടുത്ത വഴി തെറ്റായി പോയി. എന്തുപറ്റി? അല്ല, ഇത്രയും വലിയ സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ വലിയൊരു നടനായി പോകില്ലല്ലോ. ആര് വലിയ നടനായി? അതൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചന്തു, ദേ മൃഗം എത്തി. അല്ല, മൃഗത്തിന്റെ ഡോക്ടർ എത്തി. ബ്ലഡ് പ്രഷർ കൂടുതലാണല്ലോ, അല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ മനസ്സിലായി? എന്തത്? കൈപുണ്യം. ഓഹോ, ഞാൻ ഡോക്ടറെ സമ്മതിച്ച് തന്നേക്കണു. ഈ മൃഗങ്ങളുടെയൊക്കെ കാര്യത്തില് ഡോക്ടർ അഗ്രഗണ്യനാണല്ലോ. അതെ. നിങ്ങൾ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പുള്ളി അതൊന്നും ചിന്തിച്ചിട്ടല്ലേ, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും പെട്ടെന്ന് മരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോന്ന്? ഇല്ല, ചിന്തിച്ചില്ല. ഉദാഹരണത്തിന് നിങ്ങളിപ്പോ നിങ്ങളുടെ ഈ കേബിളിന്റെ സംഭവം നന്നാക്കാനായിട്ട് പെട്ടി വണ്ടി എടുത്ത് പോവാണ്. പോയിട്ടൊരു പോസ്റ്റിന് മേളിൽ വലിഞ്ഞു കഴിഞ്ഞ് കയറി, എന്നിട്ട് കേബിൾ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നിൽക്കുമ്പോ കൈവിട്ട് താഴെ വീണ് മരിച്ചു. മരിക്കുന്നില്ലല്ലോ, ഇവരെല്ലാം കെട്ടാറ് പോയിട്ട്. എന്നാ പിന്നെ അത് മാച്ചളഞ്ഞേക്കും. നിങ്ങള് വീട്ടിലേക്ക് രാവിലെ പച്ചക്കറി വാങ്ങാനായിട്ട് ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകുന്നു. പോയിട്ട് ഈ ജംഗ്ഷന്റെ വളം അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഒരു പാണ്ടിൽ ഒരു ചീറിപ്പാന്ന് മുതലാളിനെ തെറിപ്പിച്ച് ചതഞ്ഞറിഞ്ഞ് മുതലാളി മരിച്ചങ്ങോട്ട് പോകണം. അങ്ങനെ ശരിയാവില്ല. എന്റെ ചാനല്, എന്റെ ഇന്ദു, എന്റെ പൊന്നു, എന്റെ പശുക്കള്. പശുക്കളുടെ കാര്യം അവിടുത്തെ മുതലാളി പേടിക്കേണ്ട, അതിന് ഞാനുണ്ട്. പിന്നെ ഇന്ദു ചേച്ചിന്റെയും പൊന്നുവിന്റെ കാര്യം അവരുടെ അപ്പച്ചനുണ്ടല്ലോ, പട്ടാളക്കാരൻ, പുള്ളി വന്ന് കൊണ്ടുപോകോളും. അതായത് എന്റെ പണ്ടന്മാരെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ. ഈ ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പശുക്കൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഉണ്ട്. എന്നാലല്ലേ സർക്കാരിന്ന് ഫണ്ട് വരൂ. അപ്പൊ പശുക്കൾക്കുള്ള വില പോലും നിങ്ങളുടെ ജീവനില്ല. പട്ടിയുടെ വിലയില്ല, പിന്നെയാണ്. പേടിക്കണ്ട, നിങ്ങളുടെ ജീവിതം എന്റെ ഈ കൈകളിൽ സുരക്ഷിതമാണ്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോന്ന്? ഇല്ലല്ലോ, ഇൻഷുറൻസ് എടുത്തില്ലല്ലോ. ഇല്ല. അപ്പൊ നിങ്ങളിപ്പോ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നു. എവിടുന്ന്? എന്റെ കൈകളിൽ നിന്ന്. മുതലാളി ട്രാപ്ഡ്.
എന്തായാലും ഞാൻ ഡോക്ടറെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ഡോക്ടർ വെറും ഡോക്ടർ അല്ലാട്ടോ. ഇതൊക്കെ ഒരു ജനസേവനം. സേവനായിരുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല, പൈസ കൊടുക്കണ്ടായിരുന്നു. എനിക്ക് പൈസ ഒന്നും വേണ്ട, നിങ്ങൾ കമ്പനി നേരിട്ടടിച്ചാൽ മതി. മരുന്നെടുക്കാൻ പോകണോ? അല്ല, ആധാർ കാർഡ് ഉണ്ടോ? ഉണ്ട്. പാൻ കാർഡ് ഉണ്ട്. ഈ SSLC ബുക്ക് 4 4 ഡോക്ടർക്ക് അതറിയില്ലേ, പണ്ടൊക്കെ നമുക്ക് ജയിക്കണ ഒരു ബുക്ക് കിട്ടുമായിരുന്നു. ഇങ്ങനെ 4 തവണ ട്രൈ ചെയ്തേ. അതെ, അതാണ്. ഇഷ്ടംപോലെ ഉണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. എല്ലാം കൂടി എടുത്തോണ്ട് വരണ്ട, അവസാനത്തെ മാത്രം എടുത്തോണ്ട് ഒന്ന് മതി. മതി. അത് ശരി, ഇതായിരുന്നല്ലേ ഇതിന്റെ അകത്ത്. ഓ, അതെ ഒരു ലഡു എടുക്ക്. ചുമന്നാണോടാ? മഞ്ഞയാണ്. എന്നാ ഒരെണ്ണം കഴിച്ചേക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു ബർത്ത്ഡേ ആയിട്ടൊന്നും അല്ല, പിന്നെ +2 പാസ്സായി, അത് ഫുൾ A+. A+ കിട്ടിയോ മാറത്തിട്ട് നടക്കാൻ വയ്യണ്ടായി. നീ പരീക്ഷ മൊത്തം എഴുതിയായിരുന്നോ? പിന്നെ പരീക്ഷ എഴുതാതെ എങ്ങനെ? ആ, അല്ല മുതലാളി എന്ത് പറഞ്ഞ പോലെ മുതലാളി അകത്തേ SSLC ബുക്കിന്റെ കൺഫ്യൂഷനിലാ. അനന്തുവാ, നീ ഇവിടെ എത്തിയോ? നാളെ രാവിലെ തന്നെ ക്യാമറ കൊണ്ട് വന്നോളാം കേട്ടോ, പ്രാങ്ക് എടുക്കാനുള്ള. ഞാനൊന്നും ഇനി പ്രാങ്ക് എടുക്കാനും നിങ്ങൾ തല്ലുകൊള്ളാനൊന്നും ഞാൻ മനൊന്നുമില്ല. പിന്നെ ഞാൻ പാസ്സായി, അത് ഫുൾ A+. അപ്പൊ നീ തോറ്റില്ലേ? ഇല്ല. അപ്പൊ എന്താ പരിപാടി? ഇനിയിപ്പോ ഹയർ സ്റ്റഡീസിന് പോകാൻ പോണു. ചേച്ചി എന്തേ? ചേച്ചി അപ്പുറത്തുണ്ട്. എന്നാ ഞാൻ ചേച്ചി അല്ല, നെടുവെട്ടിയില്ല. ഇവനല്ലേ A+ കിട്ടിയ ഞാനെന്ത് ചെയ്യും ഇപ്പം? ക്യാമറമാനെ തപ്പണല്ലോ ഇപ്പൊ നാളെ രാവിലെ. ഇവിടെ എന്ത് ചെയ്യും? എന്നെ നോക്കണ്ട ചന്തു, ഞാൻ ആ സേവനമൊക്കെ നിർത്തി. ഡോക്ടറെ, എങ്ങനെയുണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തനമൊക്കെ? മാധ്യമ പ്രവർത്തനം എന്റെ ചാനൽ അവതാരകരല്ലേ നിങ്ങള്? ഓ അയ്യോ, അത് നന്നായിട്ട് ഉണ്ട് അല്ലേ? എനിക്ക് താങ്ക്സ് പറയാൻ പറ്റിയില്ല. ഇപ്പൊ എന്നെ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പന് മർദ്ദനങ്ങളൊക്കെ കിട്ടി തുടങ്ങിക്കോളൂ. തമാശ ഇത് പിടി. ഞാൻ ഡോക്ടറെ ക്യാമറന്റെ പിറകിൽ നിർത്തിയാലോ എന്ന് ആലോചിക്കാം. എനിക്ക് പശുവിന്റെ പുറകിൽ നിന്നുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ആ എക്സ്പീരിയൻസ് മതി. ഞാനൊക്കെ അങ്ങനെയല്ലേ? അതെ, ഞാൻ നിങ്ങളൊരു ക്യാമറാമാൻ ആക്കുകയാണ്. നിങ്ങളാണ് എന്റെ മെയിൻ DOP, ഡയറക്ടർ ഫോട്ടോഗ്രാഫി. അതാണ്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ ഈ ഇൻഷുറൻസിന്റെ പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊക്കെ ഒന്ന് സൈൻ ചെയ്താൽ മതി. പിന്നെ ഈ ക്യാഷ് പേയ്മെന്റിന്റെ കാര്യം അത് അടുത്ത ശമ്പളത്തിന്റെ കൂടെ കിട്ടും. ഡോക്ടർ ട്രാപ്പ്. സത്യം പറഞ്ഞ ചേച്ചി, ഇതുപോലത്തെ ഒരു വിജയം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു. ഇനിയിപ്പോ ചന്ദ്രചാണ്ടിക്ക് പറഞ്ഞത് ഞാൻ ഇനി വർക്കിനൊന്നും വന്നൊന്നുമില്ല. നീ എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോക്കോ. എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി നല്ലൊരു ഡിഗ്രി എടുത്ത് പഠിക്കാൻ നോക്ക്. ഇനിയിപ്പോൾ കുറച്ച് പൈസ ഉണ്ടാക്കണം. എന്നിട്ട് ഇനി ഇവിടെ കേരളത്തിൽ നിന്നിട്ടൊരു കാര്യമില്ല. ഇനിയിപ്പോൾ ചെന്നൈ പോയിട്ട് വല്ല വീഡിയോ എഡിറ്റിംഗ് പഠിക്കണം. നിനക്ക് പൈസ വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പെട്ടെന്ന് റോൾ ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റും. അവർ നോക്കാം ചേച്ചി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതേതായാലും നന്നായി മോനെ. ഈ മെനകട്ടന്മാരുടെ ഓടത്തിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. പിന്നെ ഈ താടി മുടിയൊക്കെ ഒന്ന് വടിച്ചു കളഞ്ഞ് വൃത്തിക്ക് മെനക്കാൻ നടത്തും. മേരി ചേച്ചി മെനകെട്ടവെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? അയ്യോ, അത് ഞാൻ ഈ നമ്മുടെ നാട്ടിലുള്ള ചില ഇതിങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ചന്തുമോനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്നാ ചേച്ചി ഞാൻ അങ്ങോട്ട് പോയി വന്നു കേട്ടോ. ഞാൻ ക്ലബ്ബുകാരിക്ക് ആ ജംഗ്ഷനിൽ 2-3 ഫ്ലെക്സ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യം നോക്കട്ടെ. ശരി ഇന്ദുവാളെ, നമുക്ക് നമ്മുടെ പൊന്നുവിന് ഫുൾ A+ കാര്യമാക്കണം. നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല മേരി ചേച്ചി, അവള് തന്നെ വിചാരിക്കണം. അല്ല, ഈ സർക്കാർ വിചാരിച്ചാൽ നടക്കല്ലേ മോളെ? സർക്കാർ വിചാരിച്ചാൽ നടക്കാൻ ഇത് ഓണക്കിറ്റൊന്നും അല്ല മേരി ചേച്ചി. ഇപ്പോഴത്തെ കാലത്ത് പഠിത്തം കൊണ്ട് മാത്രമൊന്നും കാര്യമില്ല. എന്തെങ്കിലും ഒരു കല വേണം. ഏത് കല? ഏത് കലയല്ല, കലാപ്രവർത്തനങ്ങൾ. മേരി ചേച്ചിക്ക് അറിയാവോ, 2005 താമരശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ ഞാൻ കലാതിലകമായിരുന്നു. അതൊക്കെ ഒരു കാലം. ഞാനേ എൻ്റെ മോളെ ഇന്നോട്ട് ഡാൻസ് പഠിപ്പിക്കാൻ പോവാം. ഞാൻ അവളെ ഒരു നർത്തകിയാക്കും. അവൾക്ക് നല്ല ഗ്രേസ് ഉണ്ട്. എൻ്റെ മോക്കെ ഗ്രേസ് മാർക്കും കിട്ടും. ഓ, കൊച്ചിനെ പഠിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ നടിയാക്കാൻ നടക്കുന്നത് ചില ആൾക്കാർ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കലാകോല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചവളാ ഞാൻ. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഈ പറയുന്നത്. ആ കൊച്ചിനെ നന്നായിട്ട് പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കാൻ നോക്ക്. ഡാൻസും കുത്തും പറഞ്ഞു നടക്കും. ഓ പിന്നെ പൊന്നു പൊന്നു, നീ റെഡിയായോ? ബാ, നമുക്ക് കൾച്ചറൽ ഫെസ്റ്റിന്റെ വീഡിയോ എടുക്കാം. തെയ്തു തെയ്യത്തു തെയ്തു തെയ്യത്തു. കണ്ടോ, ഇതുപോലെ ലാസ്യഭാവത്തിലൂടെ സ്ത്രീത്വം ഒഴുകി ഒഴുകി വരണം. അല്ല,
ആ ലാസ്യഭാവത്തിലൂടെയുള്ള സ്ത്രീത്വമുണ്ടല്ലോ അത് ഒഴുകി ഒഴുകി വന്നില്ല. അതാ ദാസപ്പാ. പ്രശ്നം. എന്തോ നിന്നെ ഞാൻ എന്തിനാ വിളിച്ചേ? ആ അത് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചു. വീഡിയോ എടുത്താൽ മതി കേട്ടോ. അവള് കളിച്ചോളും. ഇത് യൂത്ത് ഫെസ്റ്റിവലിൽ മത്സരിക്കാനൊന്നുമല്ല, കൾച്ചറൽസിന്റെ വീഡിയോയാ. ഇങ്ങനെ കളിച്ചാൽ മതി. ആ ഇതാ കുഴപ്പം. ഇവിടെ ആർക്കും ഒരു കലാബോധമില്ല. ആകെ ഉള്ളതാണ് ഞാൻ മേരി ആന്റിക്കാണ്. അത് എന്നെ തെറി പറയാൻ മാത്രം. അല്ല പിന്നെ. പൊന്നു പോയി കളിക്ക്. ആ ഒരു സെക്കൻഡ്. ആ റെഡി. കളിച്ചോട്ടാ. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതി. എന്താ അത് കറങ്ങി വരണ്ടേ? ഞാൻ പറഞ്ഞതല്ലേ. ഇവിടെ ശ്രദ്ധിക്കൂ. യഥോ ഹസ്ത തതോ ദൃഷ്ടി, യഥോ ദൃഷ്ടി തതോ മനഃ. ശാസ്ത്രമാണേ. അതായത് കണ്ണെത്തുന്നിടത്ത് കയ്യെത്തണം, കയ്യെത്തുന്നിടത്ത് മനസ്സെത്തണം, എന്നാലാണ് നാട്യം വരൂ. മനസ്സിലായോ? അതല്ലാതെ ഇത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാ പോരാ. ഞാൻ കളിക്കും. അമ്മ ഞാൻ കളിക്കട്ടെ. ഇത് തന്നെ ഞാനും കളിച്ചേ. ഇതല്ല, നോക്കൂ, ഇവിടെ നോക്കി പിടിക്കൂ. അങ്ങനെ ഇതൊരു നടക്കി പോകത്തില്ല. ഞാൻ അമ്മ അപ്പഴേ പറഞ്ഞ ദാസമ്മ വേണ്ട വേണ്ട വേണ്ടാന്ന്. അമ്മയ്ക്ക് തന്നെ ആദ്യം മുതൽ എടുത്താ പോരായിരുന്നോ? ഇപ്പൊ സമാധാനമായില്ലേ? ദാസപ്പ, നിന്നെ പശുക്കൾ വിളിക്കുന്നു. ചെല്ലി. ഞാൻ അതല്ലേ ഞാൻ ഇവിടെ തന്നെ പോവാൻ പോവാണ്. ഈ പശുക്കൾക്കൊക്കെ എന്നോടൊരു സ്നേഹം ഉണ്ടാവുള്ളൂ. മാത്രമല്ല നിങ്ങൾ എന്റെ സ്റ്റാൻഡേർഡിനകത്ത് വളർന്നിട്ടില്ല. ഞാനേ എല്ലാ കാര്യത്തിലും ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരുന്ന ആളാ. ഞങ്ങൾക്ക് ഇത്തിരി പ്രൊഫഷണലിസം കുറവാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ കളിക്കട്ടെ അമ്മ. ഇതോട്ട് കളിക്കാൻ അമ്മ എടുത്തരാ കേട്ടോ. കളിച്ചോ. സ്റ്റാർട്ട്. അഞ്ജന കണ്ണെഴുതി എവിടെ കേറിയെന്ന്? വീഡിയോക്കകത്ത് കേറി. എന്താ വേച്ചിച്ച് ഇത്? ഇങ്ങോട്ട് വന്നേ. അത് കൊള്ളാം. ഡാൻസ് കളിച്ച് വിഷമിച്ചിരിക്കല്ലേന്ന് ഓർത്ത് ഞാൻ ഇത്തിരി വെള്ളം കൊണ്ട് വന്ന. അതാണ് ഇപ്പൊ കുഴപ്പമായത്. ആർക്കും വേണമെങ്കിൽ ഞാൻ കുടിച്ചോളാം. അല്ല, എന്തായാലും വന്നേരോ, അത് മേടിച്ച് കുടിക്കാൻ. എന്നിട്ട് ആദ്യം തൊട്ട് കളിക്കാം. ഇനിയൊന്ന് പോ. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കാൻ വന്നൊന്നും അല്ല. എനിക്ക് ഒരു 100 കൂട്ടം പണി കിടപ്പുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും. അമ്മയും മോളും ഈ ഡാൻസ് കളിയൊക്കെ നിർത്തി എനിക്ക് ഇവിടെ നിന്ന് ഒഴിവായി തരണം. ഇവിടെ ഒക്കെ തുടച്ചിടാനുള്ള എനിക്ക്. എന്നാ പിന്നെ മേരിച്ചേച്ചി തുടച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് എടുക്കാം. അത് വേണ്ട. ഞാൻ തുടച്ചിട്ട് കഴിയുമ്പോൾ അതിനകത്ത് എറി ചവിട്ടി കുളവാക്കാൻ നിൽക്കണ്ട കേട്ടോ. കുരിശിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ. നമ്മുടെ ദാസപ്പൻ എന്തേ? ദാസപ്പൻ അവിടെ എങ്ങനെ കാണും? മേരി ആന്റി ഒന്ന് പോ. കുരിശിനെ ഒന്ന് പിടിക്കണം. ഇനി ഞാൻ കളിക്കട്ടെ. കളിക്കട്ടാ. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതി. ഇതെന്താ ഈ ഡ്രസ്സില്? അവൾ 1.5 മണിക്കൂറായിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. ഓരോരുത്തരായിട്ട് കയറി വന്നത് കുളവാക്കി. അതിന്റെ മൂഡ് കളഞ്ഞപ്പോ സമാധാനമായല്ലോ. യുവമാക്കളുടെ ഭ്രാന്തായ തലക്ക് വെടിപുള്ളി ഒരുത്തനുമില്ല ഇവിടെ. എന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ എന്നെ കൂട്ടാണ്ട് വല്ല ഡാൻസ് പരിപാടി വല്ലതും ഉണ്ടോ ആർക്കറിയാം. എന്തായാലും ശരി, നമുക്കൊരു നല്ലൊരു കലാപ്രകടനം കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനേ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലത്ത് നിൽക്കുക. പത്തനംതിട്ട പടുതോട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇത് മണിമലയാറിൻ്റെ അരികെയാണ്. ഇവിടെ നിറയെ ഇല്ലിമുളം കാടുകളൊക്കെ ആയിട്ട് ഭയങ്കര, നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ ഹരിതാപയും പച്ചപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര മനോഹരമായ ഒരു സ്ഥലമാണ്. ഞാനിവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ മാത്രമല്ല കേട്ടോ ശരിക്കും വന്നത്. ഞാനൊരു വയസ്സനെ കത്തിക്കാണ്. പക്ഷെ വയസ്സൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. കുറച്ച് നേരമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വയസ്സൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇനി അങ്ങടേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഓട്ടോ ആടി വരണ്ട്. വയസ്സനാണെന്നാണ് തോന്നുന്നത്. ആട്ടോ ഫൈനലി അത് വയസ്സൻ തന്നെയാണ്. ഞാനേ ബഹുമാനം ഇല്ലാണ്ട് വയസ്സെന്ന് പറഞ്ഞല്ല. പുള്ളിക്കാരൻ്റെ ഓട്ടോയിൽ എഴുതിയിരിക്കുന്ന പേരാണ് വയസ്സൻ. പുള്ളിക്കാരനെ തന്നെ സ്വയം വിളിക്കുന്ന പേരാണ് വയസ്സൻ. ഹലോ. അപ്പൊ ഇത് തന്നെയാണ് ആള്. വയസ്സൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ. ഞങ്ങൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിട്ടാലോ? ഓക്കെ ചേട്ടാ, സെറ്റ്. ഓക്കെ നേട്ടാ, ഞങ്ങൾക്ക് പോവാം.
സാധാരണ ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഈ ഐശ്വര്യം പ്രമാണിച്ചാണെന്ന് തോന്നുന്നു ഫുൾ മഴയാണ് ആകെ മൊത്തത്തിൽ. ഈ മഴ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ചപ്പ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലേ. ഓക്കേ, ചേട്ടൻ്റെ വീടെത്തി. ചേട്ടൻ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു കേട്ടോ, കുഞ്ഞു വീടാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഭയങ്കര രസമായിട്ടാണ് ചേട്ടൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ്റെ ആർട്ട് വർക്കൊക്കെ ഫുള്ളും കാണാനുണ്ട് വീട്ടിൽ. നമ്മൾ വരുന്ന വഴിക്ക് 2 സൈഡും മറ്റേ റബ്ബർ തോട്ടമൊക്കെ ആയിരുന്നു. കണ്ടോ അവിടെ ഈ കുഞ്ഞു കുഞ്ഞു കുപ്പികളിൽ ഇതെല്ലാം ചേട്ടൻ തന്നെ ചെയ്തതാണോ? ഈ പടം വരച്ചതും ഒക്കെ കൊള്ളാലോ. ഇതൊക്കെ എവിടെയെങ്കിലും റെഫറൻസ് കിട്ടി ചെയ്തതാണോ അതോ സ്വന്തം ഐഡിയയില്? ഇതോരോ ഈ ടിന്നിന്റെ അടപ്പ് ഗ്യാപ്പ് ഇത് വെട്ടിയിട്ട് ചുമ്മാ വെട്ടുവാറ് വട്ടം വരച്ചെന്നുള്ളതേ ഉള്ളൂ. മറ്റേ ഗമ്മ് ചെയ്തിട്ട് ഉരുട്ടിയെടുത്തല്ലേ. ഷേ കൊള്ളാലോ ചേട്ടാ. ഇതെന്താണ് സംഭവം? ഈ പണം കായ്ക്കുന്ന മരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിപ്പോ മറ്റേ പെയിന്റ് ഡപ്പ് വെക്കണ മരമല്ലോ. ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ തൊഴിലെന്ന് പറയുന്നത് ഹൗസ് പെയിന്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ വർക്കുകളൊക്കെ എടുക്കുമ്പോൾ വരുന്ന കാലിട്ടിന്നുകൾ ഞാനിങ്ങനെ ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്, അപ്പം അതൊക്കെ നമുക്ക് കാണാൻ ചേട്ടൻ്റെ വീട്ടിന്റെ അകത്തേക്ക് നമുക്ക് കയറിയാലോ? ഓക്കെ. തേങ്ങ, നമ്മുടെ സ്വന്തം തേങ്ങ. തേങ്ങ കൊണ്ട് പലതും എടുക്കണം. വേണമെങ്കിൽ മത്താച്ചനെ പോലെ ആരുടെങ്കിലും നെഞ്ചിലേക്ക് വലിച്ചെറിയാം, അല്ലെങ്കിൽ പൊടിച്ച് നല്ല മധുരമുള്ള വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ആ തേങ്ങ ചിരണ്ടിയിട്ട് വെറുതെ കഴിക്കാം, ചമ്മന്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല വറുത്തരച്ച് മീൻകറി ഉണ്ടാക്കാം. അങ്ങനെ പല പല നല്ല നല്ല ഡിഷസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചകിരി ഉപയോഗിച്ചിട്ട് നമുക്ക് കയറുണ്ടാക്കാം, സ്ക്രബ് ഉണ്ടാക്കാം, ചിരട്ട ഉപയോഗിച്ച് കരി ഉണ്ടാക്കാം, മണ്ഡപം ചുട്ട് കളിക്കാം. പക്ഷെ ഇതൊന്നും മാത്രമല്ല, ഇതിനേക്കാളൊക്കെ വളരെ ക്രിയേറ്റീവായ ചില കാര്യങ്ങൾക്കും നമ്മുടെ തേങ്ങയുടെ ചിരട്ട ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നില്ലേ, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഡെക്കറേറ്റീവ്സ് എല്ലാം നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഷോ കേസിൽ വയ്ക്കാനോ ഒക്കെ പാകത്തിന് അത്രയും മനോഹരമായ കുറെ ഷോ പീസസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ തേങ്ങയുടെ ചിരട്ടത്തൊണ്ടുകൾ വെച്ചിട്ടാണ്. ഈ അതിനെയൊക്കെ പറ്റി സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ തങ്കച്ചൻ ചേട്ടനുണ്ട്. നമുക്ക് തങ്കച്ചൻ ചേട്ടനായിട്ട് സംസാരിക്കാം. അപ്പൊ ചേട്ടോ, സംഭവം ഉഷാറായിട്ടുണ്ട്, ഭയങ്കര രസമുണ്ട്. ഇതിൽ ഓരോ പീസും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അറിയാം ചേട്ടൻ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ച് തന്നെ ചെയ്തിരിക്കുന്നതാണെന്ന് അല്ലേ. അപ്പം എങ്ങനെ, ഞാൻ ആദ്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഇത് കൊച്ചിലെ തൊട്ട് ചേട്ടൻ ഈ ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്നതാണോ അതോ ഈ അടുത്ത് തുടങ്ങിയ ഒരു ഹോബിയാണോ? എന്താണ് സംഭവം? അടുത്ത നാളിൽ തുടങ്ങിയതാണ്. ഓക്കെ. അതായത് 2020 ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയ ആ സമയങ്ങളിൽ ആണിത് തുടങ്ങുന്നത്. അതിനൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്. അതായത് ഞാൻ ഒരു രോഗിയെ കൊണ്ട് ഒരു ഓട്ടം പോകുന്ന സമയത്ത് എന്നെ വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോലീസ് എൻ്റെ വണ്ടി കസ്റ്റഡിയിലെടുത്തു. കാര്യം സത്യവാങ്ങില്ലാത്തതുകൊണ്ട്, സത്യവാങ്ങില്ലാതെ പോകരുതെന്നുള്ളത് എനിക്ക് നമുക്കറിയാം, എങ്കിലും അത്യാവശ്യത്തിന് പോയത് കൊണ്ട് എഴുതാൻ പറ്റിയില്ല. ആ സമയത്ത് 10-28 ദിവസം അവരുടെ കസ്റ്റഡിയിലായിരുന്നു എൻ്റെ ഓട്ടോറിക്ഷ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ ഈ പൂക്കൾ, ചെറിയ കപ്പ്, സോസറൊക്കെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഒരു കിളിക്കുഞ്ഞ് അമ്മയെ പ്രതീക്ഷിച്ച് തീറ്റി പ്രതീക്ഷിച്ച് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന, അതെ അങ്ങനെ, അതാണ് ആദ്യത്തെ എൻ്റെ ഉണ്ടാക്കി ചിരട്ടയിലുണ്ടാക്കി. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ എടുക്കാൻ കാര്യം? കാര്യം നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു കാഴ്ച ആയിരിക്കാം, പക്ഷെ എന്നാലും ഈ ഒരു സാധനം തന്നെ ഇങ്ങനെ ഈ അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു ഇത് തന്നെ ആദ്യമായിട്ട് സെലക്ട് ചെയ്യാൻ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. എൻ്റെ വീടിൻ്റെ മുൻവശത്തായിട്ടേ ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ ഇതുപോലൊരു കൂടും അമ്മ കൊണ്ടുവന്ന് കുഞ്ഞിനെ തീറ്റ കൊടുക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സമയത്താണ്, ആ സമയത്ത് തോന്നിയ ഒരു ഐഡിയ. ഭയങ്കരമായിട്ട് നമുക്ക് ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണല്ലോ അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്. ആ ഒരു മൊമെന്റ് ആണ് ചേട്ടൻ ഇതിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് ചേട്ടാ. ഇതുപോലെ ചേട്ടൻ ഇതിപ്പോ ആദ്യം ചെയ്തതാണ്. ഇത് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ചേട്ടന്റെ കണ്ടതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം അതായിരുന്നു. ചേട്ടന്റെ ഇത്രയും നാളെ ചേട്ടൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പീസ് ഏതാണ്? എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയതും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ളത് ഈ തേളാണ്. അതായത് ഈ തേളിനെ ഞാൻ ഉണ്ടാക്കാനായിട്ടുള്ളൊരു സന്ദർഭം എന്ന് പറയുന്നത്, ഞാനൊരു ദിവസം സന്ധ്യാസമയത്ത് മുറ്റത്തിറങ്ങിയപ്പോൾ ഈ മുറ്റത്തൂടെ ഒരു തേളിങ്ങനെ, കരിന്തേളിങ്ങനെ പോകുന്നത് കണ്ടു. അപ്പം ഞാൻ അതിനെ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് പിടിച്ചിട്ട് 3-4 ദിവസം അതിനെ കണ്ടു പരീക്ഷിച്ച് അതിനെ മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ തേളിനെ തുറന്നു വിടുകയാണ്. ഇതിപ്പോ എങ്ങനെയാണ് ചേട്ടാ? ഇതെല്ലാം ഒരു ഒറ്റ തേങ്ങയുടെ ചിരട്ട കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന? അല്ലല്ല, ഈ വാലെന്ന് പറയുന്നത് പല ചിരട്ടയുടെ പീസുകളാണ്.
ഇത് ഏതാണ്ട് ഒരു 10-15 ചിരട്ടയുടെ പീസുകളുണ്ട്. ഈ ഇതും കാലും എല്ലാം സെപ്പറേറ്റ് ഒരു 10-15 ചിരട്ടയുടെ പീസുകളുണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഈ ചിരട്ട പീസസ് ചേട്ടൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷോ പീസ് ഏതായിരിക്കും? ഇതാണ് ഏറ്റവും കൂടുതൽ പീസ് ചിരട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 1350-400 പീസുകളുണ്ട്. ഓക്കെ. അത് ഞാൻ 1ാം ക്ലാസ് മുതൽ 7 വരെ പഠിച്ച 1400 പീസുകൾ. ഓക്കെ. 1400 ചിരട്ടയല്ല മനസ്സിലായി. ഓക്കെ. അതായത് ഞാൻ 1ാം ക്ലാസ് മുതൽ 7 വരെ പഠിച്ച തുരുത്തിക്കാട് ഗവൺമെന്റ് UP സ്കൂളാണ്. അന്ന് ഇതിന് വാതിലുകൾ ഉള്ളൂ, അതിനുള്ള ഇതൊന്നുമില്ല. ഓക്കെ. അന്നത്തെ എൻ്റെ ഫാമിലിയിലുള്ളതാണ്. ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് ചേട്ടൻ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ഏതായിരിക്കും? അത് ഒന്ന് സ്കൂള്, ഒബ്വിയസ്ലി. രണ്ടാമത് ഈ ഹൗസ് ബോട്ട്, ഓക്കെ. പിന്നീട് ഈ പ്ലാവ്. പ്ലാവിന്റെ കണ്ടോ, ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിംഗ് ആട്ടോ. നമ്മൾ കാണുന്ന പോലെ കണ്ടോ കുഞ്ഞു 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 കട്ടികള്. ഇതൊക്കെ ഭയങ്കര ശ്രദ്ധ ചെലുത്തേണ്ടി വന്നു കാണില്ലേ അല്ലേ? ഭയങ്കരമായിട്ട് ഇരുന്ന് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ഓക്കെ. അതിന്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞു കിളിക്ക് ഇങ്ങനെ വായും തുറന്നിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ചേട്ടൻ. ചേട്ടൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് എങ്ങനെയാണ് ചേട്ടൻ ഇതൊക്കെ ഇപ്പൊ ആ പോർക്യുപൈനൊക്കെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഓരോന്നും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചേട്ടൻ ഇത് ശരിക്കും ചെയ്യുന്നത്? ചേട്ടന്റെ പണിയായുധങ്ങൾ എന്തൊക്കെയാണ്? എന്റെ പണി സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത് മാനുവൽ വർക്കാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഈ ആക്സോ ബ്ലേഡ്, ഈ ചെറിയ ആക്സോ ബ്ലേഡ്, പിന്നീട് പോയിട്ട് സാൻഡ് പേപ്പറുകൾ, ഇത് മിനുക്കാനായിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ. ഈ 2 ബ്ലേസിംഗ് ഇത് തീരെ ചെറിയ യൂസ് ചെയ്യാനായിരിക്കും അല്ലെ? ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ചേട്ടൻ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും സമ്മതിക്കണം കേട്ടോ ചേട്ടാ. പിന്നെ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ സെയിലിന് വേണ്ടിട്ട് ഇതിന്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ചേട്ടൻ കണ്ടിട്ടാണോ, മനസ്സിൽ കണ്ടുകൊണ്ടാണോ ചേട്ടൻ ഇത് ചെയ്തത്? അല്ല. ഇത് എനിക്ക് എന്റെ സ്വയം ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയാണ്. അങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് ഓരോരോ വർക്കുകൾ ചെയ്യുന്നു. സെയില് ഉദ്ദേശിക്കുന്ന ഉണ്ട്, പക്ഷെങ്കില് അതിൻ്റെതായിട്ടുള്ള വാല്യൂ കിട്ടിയാൽ മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ചേട്ടന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ഇതിനെ പറ്റിയിട്ടുള്ള പറയുമ്പോൾ ഒരു ഹാപ്പിനെസ്, ആ ഫീലിങ്സ്? മാനസികമായിട്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചില സമയത്ത് ആഹാരം കഴിക്കാൻ പോലും വിളിക്കും, വൈഫ് വിളിക്കും, കഴിക്കാൻ പാന്ന് പറഞ്ഞാൽ പോലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരുന്നു കഴിക്കാൻ പോകുന്നത്. വർക്കിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്, മുഴുകിയിരിക്കാറുണ്ട്. ചേട്ടാ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കണം എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ചിരട്ട കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണമെന്ന് ചേട്ടന്റെ മനസ്സിലുള്ള ഒരു സംഭവം എന്താണ്? എന്റെ മനസ്സിലുള്ള ഒരു 3-4 ഐറ്റം ഉണ്ട്. അതിലൊരു ഗുരുവായൂർ കേശവൻ തിടം പേറി നിൽക്കുന്ന ഒരു ആനയുടെ ന്യായമായ വലിപ്പത്തിൽ, മീഡിയം വലിപ്പത്തിൽ ഉണ്ടാക്കണം. ആനപ്രേമിയാണോ? ആനപ്രേമി അല്ല, ഗുരുവായൂർ കേശവന്റെ. ഇപ്പം മൺമറഞ്ഞു പോയി, ഇനി നമ്മള് അല്ലേ? പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് ഒരു പഴയകാല സിനിമ പിടിക്കുന്ന ഒരു ക്യാമറ, ഈ ഫിലിമൊക്കെ റോൾ ചെയ്ത് സൈഡിൽ വലിയ ക്യാമറ. ചേട്ടാ, നമ്മള് കുടുംബത്തിനെ പറ്റിയൊന്നും സംസാരിച്ചില്ല. ആക്കോടെ നമ്മൾ ഇവാനക്കുട്ടിയെ മാത്രമേ കണ്ടുള്ളൂ, ഒരു ചക്കരക്കുട്ടിയാണ്. ബാക്കി ചേട്ടന്റെ കുടുംബത്തിലെ ഉള്ള ആൾക്കാരെ? കുടുംബത്തിൽ ഞങ്ങള് സഹോദരങ്ങൾ, ഓക്കെ, ഞാൻ ഉൾപ്പെടെ 5 പേരുണ്ട്. 2 പെണ്ണും 3 ആൺപിള്ളേരും. അവരെല്ലാം വെവ്വേറെ താമസിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇപ്പോഴ് എൻ്റെ വൈഫുണ്ട്, മൂത്ത മകനുണ്ട്, ഒരു മകളുണ്ട്. ആ മകളും കുടുംബമായിട്ട് കോയമ്പത്തൂർ താമസിക്കുന്നു. ആണ് ഇവാൻ. അപ്പം എല്ലാവരും ഇത്രയും വലിയ വലിയ കിടിലം ഇത്രയും ഭംഗിയുള്ള ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയപ്പോ എല്ലാവരും എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തത്? എവിടെയായിരുന്നു ഇതൊക്കെ എന്ന് ചോദിച്ചോ? ഇല്ല, അഭിനന്ദനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. പലരും വന്ന അയൽവാസികൾ, അടുത്തുള്ളവരൊക്കെ വന്നിട്ട് കാണാറുണ്ടായിരുന്നു, അഭിനന്ദിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രോത്സാഹനം ഈ വർക്ക് ചെയ്യാനായിട്ടൊരു ഉത്തേജനമായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ വീടൊക്കെ കറങ്ങി ചുറ്റി ചേട്ടന്റെ വർക്ക് സ്പേസിൽ തന്നെ എത്തിയിരിക്കുകയാണ് അല്ലെ? അപ്പം ആക്ച്വലി 2 കാര്യങ്ങൾ എനിക്ക് ഒന്നുകൂടെ എടുത്ത് കാണിക്കണം എന്നുണ്ട്, നേരത്തെ എടുത്ത് കാണിച്ചില്ലായിരുന്നു. ഒന്ന് ഈ ഹൗസ് ബോട്ടാണ്. അതെ, ചേട്ടൻ എടുത്തുന്നുള്ളൂ, ഞാൻ എന്റെ കയ്യം കാണാൻ തട്ടി പൊട്ടിക്കണ്ട അല്ലെ? അപ്പം ഭയങ്കര ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കി ശ്രദ്ധിച്ച് നോക്കി, ഇവിടെയൊക്കെ ഓരോ ഹോൾസും, അതുപോലെ ഇവിടെയൊക്കെ കണ്ടോ കറക്റ്റ് ആയിട്ട് ഗ്രൂവ്സ് ഒക്കെ ഭയങ്കര അറ്റൻഷൻ കൊടുത്ത് ചെയ്തിരിക്കുന്ന സംഭവമാണ് അല്ലേ ചേട്ടാ? നന്നായിട്ടുണ്ട്. അല്ല, വേറൊരു സാധനം കൂടെ ഉണ്ട്. അതെനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എന്തുമാത്രം ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടെന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തലവേനിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു മുള്ളംപന്നിയാണ്. ഇതൊക്കെ ഈ സാധനമൊക്കെ ഇത്രയും കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ആണല്ലേ? ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതില് വീണ്ടും വാർണിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ? പോളിഷ് മാത്രമേ ഇടാറുള്ളൂ. അപ്പം അതിന്റെ തന്നെ കളർ പുറത്തേക്ക് വരാനായിട്ട്. ഓക്കെ, അതൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നല്ല രസമുണ്ട് ചേട്ടാ.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. ഈ ഒരു ചിരട്ടയിൽ നിന്നും ഇത്രയും ക്രിയേറ്റീവ്, ഇത്രയും ഭംഗിയുള്ള സാധനങ്ങൾ തങ്കച്ചൻ ചേട്ടൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകളെ പരിപോഷിപ്പിച്ച് ഉറപ്പായും ഉയരത്തിലെത്താൻ പറ്റും. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ പോവാണ്. കൂടുതൽ രസകരമായ കൗതുകകരമായ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ. എന്താണ് എന്താണ് ആരാണ് മുടക്കിയത് ഡാൻസ്? നമ്മുടെ ചാനൽ എല്ലാരും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, പാട്ട് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നു. ഞാൻ ഒരെണ്ണം ചെയ്തപ്പോ എല്ലാരും മുടക്കുക. ആര് മുടക്കി? ഒന്നാമതാ ദാസപ്പൻ. ദാസപ്പൻ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. പിന്നെ ആരാ? പിന്നെ മേരി ആന്റി. മേരി ആന്റി ഇങ്ങോട്ട് വാ. പിന്നെ ആരാ? പിന്നെ അച്ഛൻ. എന്നെ അറിയില്ലല്ലോ മോൾ ഇവിടെ ഡാൻസ് കളിക്കുകയാണെന്നുള്ള കാര്യം. എന്തു എല്ലാരും ഇവിടെ ഇരി. നീ എന്താ മുടക്കിയെന്ന് പറഞ്ഞ അവളുടെ ഡാൻസ്? അത് മുടക്കിയതല്ല, ഞാൻ നാട്യത്തിലെ ചില പാഠങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തതാ. വേണ്ട, അവർക്ക് അറിയാട്ടോ. അത് വേണ്ട. മേരി ആന്റി എന്താണ് കുഴപ്പമുണ്ടാക്കിയത്? ഞാൻ പൊന്നൂര് നാരങ്ങാവെള്ളം മതി. മോള് നല്ലൊരു ഡാൻസ് ഇവിടെ അങ്ങനെയാണെങ്കിൽ പൊന്നുവിന്റെ പരാതി എല്ലാം നമുക്ക് തീർക്കാം. ഇന്നത്തെ സ്ഥലത്തെ പ്രധാന പയ്യൻസാ. ഞാൻ പയ്യൻസൊന്നുമല്ല. എന്നാ ചുള്ളത്തി. അത് പൊന്നൂസ് ആയിക്കോട്ടെ. ഓക്കെ. അപ്പോ പൊന്നൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഞങ്ങക്ക് പറയാനുണ്ട്. വേണ്ട ഡാൻസ് കളിച്ചോ. ഓക്കെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഡയറക്റ്റ് ഡാൻസിലേക്ക്. അതെ, നമ്മുടെ പൊന്നൂന്റെ ഡാൻസ് ആണ്. ഇതാണ് എന്റെ മോളെ. ഗുരു ധന്യനായിരിക്കണു, നന്നായിരിക്കണു. എക്സ്ക്യൂസ് മീ. യെസ് മീ. നന്നായി മോളെ. ഇതിപ്പോ വന്ന് നാട്ടിലെ കലാപരിപാടിയും വീട്ടിലെ കലാപരിപാടിയും ഒക്കെ കൂടി നമ്മുടെ സുപ്രഭാതം അങ്ങോട്ട് കൊഴുത്തു അല്ലേ? ഇനി ഇതുപോലത്തെ ഒരുപാട് പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കണം ചേച്ചി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി എന്റെ ഡാൻസ്. ചേച്ചി ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് തരും. ഞാൻ തുണി വെക്കേണ്ടതാ. പൊന്നെന്തിന് പരിപാടി പോലെ അല്ല അങ്ങനെ പോലെ. അല്ല ഇതു 2 സ്റ്റെപ്പ്. എന്താ എനക്കൊരു പരിപാടി ചെയ്തൂടെ? ഇത് കൊറേ സമയം എന്നെ പിടിച്ചിരുത്തിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. ചന്തു മുതലാളി, ഞാൻ നമ്മുടെ ചാനലിന്റെ ഭാവി പരിപാടികളൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുന്നത്. അത് നല്ല അങ്ങനെ ഗുണമുള്ള കാര്യം പറ. എന്താ നിന്റെ സംശയം പറ. നമ്മുടെ ഉണക്ക ചാനലിന്റെ നീ വാക്കുച്ചരിച്ചിട്ടുള്ള കാര്യം പറഞ്ഞേക്കാം. ഓക്കെ, നമ്മുടെ ചാനലിന്റെ അത് പറഞ്ഞാലും ഓക്കെ ആണോ? അത് ഓക്കെയാണ്. അപ്പോ നമ്മുടെ ചാനലിന്റെ പരിപാടികൾ ഇങ്ങനെ പോയതുകൊണ്ട് നമ്മൾ വൈറലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അതുവഴി നമ്മൾ വൈറലാവണം. നീ ആദ്യം ഇവിടത്തെ എല്ലാ പരിപാടിയും നല്ല വൃത്തിയിൽ ചെയ്യ്.
എന്നിട്ട് നീ വൈറലായാൽ മതി. അതുകൊണ്ട് എന്താ കാര്യം? അത് 4, 3, 7 പേരല്ലേ കാണുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പരിപാടി കുറെ പേര് കാണണം. സോഷ്യൽ മീഡിയ, FB അവിടെയൊക്കെ. എനിക്കാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനേ ഒരു വീഡിയോ ചെയ്തിടാൻ തീരുമാനിച്ചു. നമ്മുടെ കാതലൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിൽ പ്രഭുദേവയുടെ ഒരു പരിപാടി ഉണ്ട്. കുറെ പൊടിയൊക്കെ നിലത്ത് വാരി വിതറി പുള്ളി ഡാൻസ് കളിച്ച് തട്ടിത്തെറിപ്പിച്ച് അവസാനം നഗ്മയുടെ മുഖമായിട്ട് വന്നിട്ട് ഇംപ്രസ് ചെയ്ത പരിപാടി. അത് മനസ്സിലായി. അത് ഞാൻ ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടും. അങ്ങനെ ഞാൻ വൈറലാവും. അത് കൊള്ളാം. ആ പരിപാടി കൊള്ളാം. ഡാൻസ് ചെയ്യാൻ അത് കൊള്ളൂല. നിനക്കല്ലേലും നിരുത്സാഹപ്പെടുത്തൽ ഇത്തിരി കൂടുതലാണ്. അതല്ല, ഔട്ട് ഓഫ് ഫാഷൻ. അതൊന്നും നടക്കൂല. ഞാൻ വളർന്നു വരുന്നത് നിനക്ക് തീരെ ഇഷ്ടമല്ല. അത് വർക്കൗട്ട് ആവൂല. വർക്കൗട്ട് ആവോ ഇല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നാ. അയ്യോടാ മോനെ. എന്റെ ഐഡിയ അടിച്ചു മാറ്റിട്ട് നീ വൈറലാവാൻ നോക്കാണല്ലേ? നിന്റെ ഐഡിയ? എടാ, മോർണിംഗ് ഷോയിൽ വന്ന ആ പയ്യന്റെ ഐഡിയ അടിച്ചില്ല നീ ചെയ്തത്. എന്നാലും ഇതിപ്പോ ആദ്യം പ്ലാൻ ചെയ്തത് ഞാനല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ആദ്യം മുതലാളി വൈറലായിട്ട് മതി തൊഴിലാളി. സമ്മതിക്കില്ല ഞാൻ. അങ്ങനെയാലും കൊള്ളല്ലോ. എനിക്കും വൈറലാവണം. നോക്കണല്ലോ. അങ്ങനെയാലും കൊള്ളല്ലോ. നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഡാൻസ് കളിച്ച് തോപ്പിക്കാൻ പറ്റുമോ നോക്ക്. ആണോ? ആരാടാ അരിപ്പൊടി എടുത്തിട്ട് കളിക്കുന്നേ? നീ രക്ഷപ്പെടിപ്പ നീ. നീയാണല്ലേ? നിനക്കൊക്കെ കളിക്കാൻ പറ്റുന്ന സാധനമാണോ ഇത്? എന്ത് ചേച്ചി, കാലിന്റെ ഉപയോഗങ്ങൾ വർണ്ണിക്കുക. കാലിന്റെ ഉപയോഗം നടക്കാം, ഓടാൻ, ചാടാം, ഈ മരത്തെ കയറാൻ ഉപയോഗിക്കാം. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി. പഴയ പാഠപുസ്തകമൊക്കെ തിരുത്തി എഴുതേണ്ടി വരും. എന്താടാ ഇനിയിപ്പോ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് കാലിന്റെ പടം വരച്ചിട്ട് ഇതൊരു ഉപയോഗങ്ങൾ നമ്മൾ ഇപ്പുറത്ത് സമോട്ടിട്ട് എഴുതുമല്ലോ, അവിടെ കൂടെ പടം വരയ്ക്കാം എന്ന് എഴുതേണ്ടി വരും. പൊതുവെ ഇപ്പൊ അതാണ് ട്രെൻഡ്. നമ്മുടെ ഈ ഇതിൽ തന്നെ ഓൾറെഡി ഒന്ന് മൂക്കുകൊണ്ട് പടം വരയ്ക്കുക, കാലുകൊണ്ട് പടം വരയ്ക്കുക, ഡാൻസ് കളിച്ച് പടം വരയ്ക്കുക, ഇങ്ങനെ കുറെ പരിപാടി വന്നു. പുതിയ ഒരാളെ കൂടി കിട്ടിയിട്ട് കാലുകൊണ്ട് വരയ്ക്കുന്നത്. പക്ഷെ മീഡിയം വ്യത്യാസമുണ്ട്. പെയിന്റ് അല്ല, വേറെ പരിപാടിയാണ്. അത് ആ പയ്യനോട് തന്നെ ചോദിച്ചാ പോരെ? പിന്നെ അനജ് പ്ലീസ്. എവിടെ നിന്ന് വരുന്നു? കണ്ണൂർ കണ്ണാടിപ്പറമ്പ്. അതാണ് കണ്ണാടിയൊക്കെ വെച്ച് സുന്ദരനായ. ഞാൻ പറയാൻ വേണ്ടി വന്നത്, എന്നെ നേരിട്ട് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മുടെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് അനജാണ്. അനജിന് ഒരു വലിയ കൈ കൊടുക്കും. ഫ്രം കണ്ണാടിപ്പറമ്പ്. അനജ് പഠിക്കുകയാണോ? +2 കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് നിക്കല. അതുകൊണ്ടാണോ കാലുകൊണ്ട് പടം വരച്ചത്? ഇല്ല, അത് അവരുടെ ഒരു രീതി അതാണല്ലോ, നിക്കല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? പക്ഷെ രസമാണ് അത് കേൾക്കാൻ. ഞാൻ ചെറുതായിട്ടൊന്ന് ട്രോൾ ചെയ്യാൻ ശ്രമിച്ചതാ. ഇതിനുള്ള പണി എനിക്ക് കിട്ടിക്കോളൂ. അനജിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അമ്മമ്മ, പിന്നെ ട്വിൻ ബ്രദർ. ഇതുപോലെ ഒരാളും കൂടി ഉണ്ടോ അവിടെ? പുള്ളി കാലുകൊണ്ട് പടം വരയ്ക്കോ? ഇല്ലില്ല, പുള്ളി കൂടെ കൊണ്ടുവരായിരുന്നു. പക്ഷേ അല്ലേ? അയ്യോ, അത് ശരിയാണല്ലേ. നമുക്ക് കൺഫ്യൂഷൻ ആയി പോയത്. ആളും +2 കംപ്ലീറ്റ് ചെയ്ത് സെയിം ക്ലാസ്സിലായിരുന്നു. അപ്പൊ അതെ, സ്വാഭാവികം. ടീച്ചർമാരെ പറ്റിക്കായിരുന്നോ? മാറി പരീക്ഷ എഴുതിയിട്ട് ഇല്ല, ഇടക്ക് ബുക്ക് മാറിയിട്ടില്ല. ഓനൊക്കെ എഴുത്തുന്നതിനാല് ബുക്കെല്ലാം മാറ്റിട്ട് അങ്ങനെ ടീച്ചർ ഒരിക്കൽ പിടിച്ചിട്ടൊരു ടീച്ചർ. പുള്ളി പഠിപ്പിച്ചിട്ടാണോ? നല്ലോണം പഠിക്കും. എന്നെക്കാട്ടും കുറച്ച് ഇത് ഓൻ തന്നെയാ. എളുപ്പമാണ്. രണ്ടുപേരുടെയും കൂടെ പരീക്ഷ ഒരാളെ കൊണ്ടങ്ങ് എഴുതിച്ചാൽ മതിയായിരുന്നു. നിങ്ങളെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു പരിപാടി കാണുമല്ലോ? തിരിച്ചറിയാൻ 2 വീടിങ് ഒരു മുറിവുണ്ട്. ഓ, അതാണ് ശരിക്കും റോന്തിന്റെ തിരിച്ചറിയാൻ വേണ്ടി തോന്നുന്നു. നിന്നെ എന്നെ തിരിച്ചറിയ ഒരു അത് പണ്ട് കളിക്കുമ്പോ ഓനിങ്ങനെ അടിയോടെ പിടിക്കുമ്പോ ഞാൻ വീണു പോയതാ, കല്ലിനെ അടിച്ചിട്ട് ഇതായി. കായികപരമായി നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞേക്കൂ. എന്താ ആളുടെ പേരെന്താ? ഓന്റെ ഒരു അനഗ്. അനഘും അനജും അല്ലേ? എന്തായാലും
നമ്മൾ കണ്ട പോലെ ഉണ്ട്, ഇത് തന്നെയാണല്ലോ. അതെ, അനകിനും നമ്മുടെ ഒരു ഹായ് കേട്ടോ, കാണാൻ ഹായ് പറ്റില്ല നമ്മള്. അതെ, അപ്പൊ എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഇത്? മീഡിയം വ്യത്യാസമാണ്, കാലുകൊണ്ടാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് സംഭവം എന്ന് ആദ്യം കേൾക്കട്ടെ. മരപ്പൊടിയിലാണ് ചെയ്യുന്നത്. മരപ്പൊടിയിൽ മരപ്പൊടി ഇട്ടിട്ട് പിന്നെ കാലം കൊണ്ട് ഇങ്ങനെ വരക്കും. മരപ്പൊടി എന്ന് പറഞ്ഞാൽ അറക്കപ്പൊടി അല്ലേ? അതെ അതെ. അതല്ലാണ്ട് കല്ലിന്റെ പൊടി ആവില്ലല്ലോ. അല്ല, ഇത് കഷ്ടമാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നിനക്ക് എന്താ? അതുപോലെ അനജ്, അപ്പോ ഇത് കുറെ കാലമായി ഈ പരിപാടി ചെയ്തു നോക്കിയത് ഫസ്റ്റ് ടൈം ആണോ അതോ? ഇല്ല, അത് ഇപ്പൊ കഴിഞ്ഞ ലോക്ക്ഡൌൺ ആയപ്പോ ഒന്ന് വെറുതെ വരച്ചു നോക്കിയതാ. ഫസ്റ്റ് വരച്ച ബിനീഷ് ചേട്ടനാണ് വരച്ചത്, ബിനീഷ് ബാസിനില്ലേ. ബിനീഷ് ചേട്ടനെ ഞാൻ ഇപ്പൊ ഇവിടെ വരക്കാണ്ടി പോകുന്നത്. ബിനീഷ് ചേട്ടനാ നല്ല സപ്പോർട്ട് തന്നത്. ഇത്തിരി വിവരങ്ങൾ എത്താൻ സാധിച്ചത് ബിനീഷ് ചേട്ടൻ കാരണം. അപ്പൊ ഇന്നും ഇവിടെ ബിനീഷ് ചേട്ടൻ തന്നെ വരയ്ക്കും. അതെ അതെ. ശരി, ആദ്യം ചിത്രരചന മീഡിയം കൈകൊണ്ടൊക്കെ തന്നെയല്ലേ വരച്ചിരുന്നത്? കൈകൊണ്ട് വരയ്ക്കും. അപ്പൊ എന്തായിരുന്നു പരിപാടികള് മീഡിയം? ആദ്യം പെൻസിൽ ഡ്രോയിങ് കാര്യങ്ങളാണ് ചെയ്യല്. ഗ്രാമകളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എൻ്റെ നാട്ടിൽ. അപ്പൊ അവിടെ പഠിക്കാണ്ട് പോക്ക് പെൻസിൽ ഡ്രോയിങ്. അപ്പോൾ അവിടുന്ന് പഠിച്ചു. പിന്നെ ഇപ്പോ ലോക്ക്ഡൌൺ ആയപ്പോ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഇങ്ങനെ വരച്ചത് കാലം കൊണ്ട്. അതെ അതെ. ഈ ലോക്ക്ഡൌൺ കൊണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ തിരിച്ചറിയേണ്ട കാര്യം, ലോക്ക്ഡൌൺ കുറെ കലാകാരന്മാരെയും കലാകാരികളെയും ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത്. എത്ര ബേക്കേഴ്സ് ആണ് ഉണ്ടായത്. പക്ഷെ നല്ലതാണ്, കാരണം വീട്ടിലാരും പെട്ടുപോയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരൊരു ഹാപ്പിനെസ്, എന്റർടൈൻമെന്റ്. അത് നല്ല കാര്യം. ഈ അനക്കും വരയ്ക്കും? ചെറുങ്ങനെ വരക്കും. മെയിനായിട്ട് കരാട്ടയാണ്, കരാട്ടക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാ. നന്നായി അതിന് വീട്ടിൽ കിട്ടലുണ്ട് എപ്പോ അടിയാ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അധികം വൈകാതെ പെർഫോമൻസ് സംഭവം ഒന്ന് കാണാം. ഓക്കെ. യെസ്. ശരിക്കും സൂപ്പറായിട്ടാ. വിളിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ട് നല്ല രസമായിട്ട്. ശരിക്കും സാൻഡാർട്ടിന്റെ ഒക്കെ തന്നെ സാൻഡാർട്ടിന്റെ ഒരു ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സാൻഡാർട്ട് ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എനിക്ക് ബിനീഷിന്റെ ഹെയറിന്റെ സ്റ്റൈലൊക്കെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് താടി ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ഇത് കാലുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാലുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അത്രയും കഷ്ടപ്പെട്ട്, അത് പൊടി നമ്മൾക്ക് ഇഷ്ടമല്ലല്ലോ, പൊടി പൊടിയിട്ടത്തിന് പോപിച്ചിരിക്കും. അത് ഇത്രയും ക്ലിയർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യം. ഏറ്റവും രസമുള്ള കാര്യം എന്താ അറിയോ? ആ ടീമേ എഴുതിയിരിക്കുന്നത് 3 കുത്തുകൊണ്ടിട്ടുണ്ട്. ടീമേ നമ്മൾ വിളിയില്ല. അടിപൊളി. എന്തായാലും നല്ലൊരു കൈ.
വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളെ വരച്ചിട്ട് വരച്ചിട്ടുണ്ട്. ലാലേട്ടനെ വരച്ചിന്, മഞ്ജു ചേച്ചി. അപ്പൊ ഇവരെല്ലാം വിളിച്ചിട്ടായിരുന്നു അഭിനന്ദിച്ചായിരുന്നു കണ്ടിട്ട്. അപ്പൊ അത് 2 മണിക്കൂർ എടുത്ത് ചെയ്ത് തീർക്കാൻ വേണ്ടിട്ട്. പിന്നെ ജയേട്ടൻ അങ്ങനെ. അതല്ലാണ്ട് ഇന്റർനാഷണൽ സ്റ്റാർസ് ആരെങ്കിലും? അതെ, റൊണാൾഡീനോ സാറിനെ വരച്ചപ്പോ നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ അയച്ചായിരുന്നു, എന്റെ വരക്കുന്ന വീഡിയോ കാണുന്നത് അയച്ചായിരുന്നു. അങ്ങനെ ഒരു സംഭവം ആൾക്കാർ പറയാൻ മടി പോലെ. പിന്നെ ഇപ്പൊ വരച്ചിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അവസാനം പറയാം. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ, പുതിയ പ്ലാൻസ്, ഇങ്ങനെ എന്തൊക്കെ ചെയ്തു നോക്കണം? ആർട്ടിന് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ ആഗ്രഹം. ഇനിയിപ്പൊ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എടുക്കണം. ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ പുതിയ വെറൈറ്റി. അതെ അതെ, മുന്നോട്ട് പോകും പുതിയ പരിപാടികളുമായിട്ട്. ഇനിയും ഞങ്ങൾ ഇങ്ങനെ വരുന്നവരോട് പറയാം, അടുത്ത പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം, വീണ്ടും കാണാം. നിങ്ങളോട് പറയാനുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങൾക്കിടയിൽ ഇങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. വീണ്ടും കാണാം. അഞ്ചു റെഡിയല്ലേ? ഇന്ന് ലൈനിൽ പോണ്ട സാധനം എടാ, നമുക്ക് ചേരാത്ത സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. ആവശ്യമില്ലാത്ത വേസ്റ്റ് ഒക്കെ നമ്മൾ ഒഴിവാക്കി കളയണം. ഇന്നത്തെ സ്റ്റോറി എന്താണെന്ന് നീ കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. നീ അവിടെ ചെല്ല്. നമസ്കാരം. നമ്മുടെ കോലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ബിടെക്കുകാരൻ നടത്തുന്ന സൂപ്പർ മാർക്കറ്റാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ വേസ്റ്റ് സ്റ്റോറാണ്. നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം പരമാവധി ഒഴിവാക്കുക, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കണ്ടെയ്നർ കൊണ്ട് അവിടെ ചെന്ന് അവരതിൽ റീഫിൽ ചെയ്ത് തരും, അല്ലെങ്കിൽ വേറെ അതിനുള്ള വഴികളുണ്ട്. എന്തായാലും ഞാൻ തന്നെ മൊത്തം പറയുന്നില്ല, നിങ്ങൾ ഈ സ്റ്റോറി കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാംഫുള്ളും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്ലാസ്റ്റിക്. അത് ഫുള്ളി നീക്കം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ റിസ്കി ആയിട്ടുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സ്റ്റോറിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് വേറെ എവിടെയുമല്ല, കൊച്ചിയിൽ കോലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് 7 to 9 ഗ്രീൻ സ്റ്റോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ കോൺസെപ്റ്റ് തന്നെ സീറോ വേസ്റ്റ് സ്റ്റോർ എന്നാണ്. ഇതിനൊരു ടാഗ് ലൈൻ കൂടിയുണ്ട്, ബ്രിങ് യുവർ ഓൺ കണ്ടെയ്നേഴ്സ്. ഇതാണ് ഇതിൻ്റെ ടാഗ് ലൈൻ. അപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് ചെന്നിട്ട് കണ്ട് ചോദിച്ച് മനസ്സിലാക്കാം. വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ബിട്ടു ചേട്ടൻ. അപ്പോൾ പുള്ളിയുടെ ഒരു ഐഡിയ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ സ്റ്റോർ തുടങ്ങാനായിട്ടൊരു കാരണം. പുള്ളിക്ക് ഇവിടുത്തെ നാട്ടുകാർ ഒരു ഓമനപ്പേരൊക്കെ ഇട്ടിട്ടുണ്ട്, പലചരക്ക് കട നടത്തുന്ന എംടെക്കുകാരൻ. അതാണ് പുള്ളിയുടെ ഓമനപ്പേര്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എംടെക് കഴിഞ്ഞ് പലചരക്ക് കട നടത്തുന്നതുകൊണ്ടാണ്. സാധാരണ ആരും അങ്ങനെ ചെയ്യാറുണ്ട്. ശരിക്കും ഞാനത് 3rd ജനറേഷനാണ്. എൻ്റെ അപ്പയ്ക്കും എൻ്റെ ഗ്രാൻഡ് ഫാദറിനും ഗ്രോസറി ബിസിനസ്സാണ്. സോ നമുക്കുണ്ടായിരുന്ന പഴയ പലചരക്കടയുടെ ഈ കോൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്തത് ശരിക്കും. സോ മാക്സിമം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മുടെ നാട്ടിൽ വരുന്ന മെയിൻ വേസ്റ്റിൻ്റെ നല്ലൊരു പെർസെൻറ്റേജും പാക്കിംഗ് കവേഴ്സാണ്. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു പലചരക്കടയിൽ പോയി ഒരു 10-20 ഐറ്റം സാധനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഇപ്പോൾ ഒരു 20 ഐറ്റം വാങ്ങിക്കുവാണെങ്കിൽ 20 പാക്കിംഗ് കവേഴ്സ് നമ്മുടെ വീട്ടിൽ വന്നു. സോ അത് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറാണ്. ഓക്കേ, അപ്പോൾ എത്ര നാളായി ഈ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട്? ഇതിപ്പം 40 ഇയേഴ്സ് ആയിട്ടുള്ള സ്റ്റോറാണിത്. ഇതിനിങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് 3 വർഷമായി. 2018 ഇത് കൺവേർട്ട്. അതെ അതെ. ഇവിടുത്തെ പ്രത്യേക ആക്ച്വലി പാക്കിംഗ്, അതായത് അതെ പാക്കിങ്ങുകൾ ഒഴിവാക്കുക. അതായത് നമുക്ക് പണ്ടത്തെ പലചരക്കുകളുടെ എന്തായിരുന്നു, പണ്ട് നമ്മുടെ പേരൻസ് എങ്ങനെയായിരുന്നു സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അതേ കോൺസെപ്റ്റിലേക്ക്, അതായത് നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ കൊണ്ടുവരിക, റീഫിൽ ചെയ്യുക. സോ നമ്മുടെ വീട്ടിലെ പാത്രം കൊണ്ടൊന്ന് റീഫിൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് വേറെ വേസ്റ്റുകൾ ഉണ്ടാകുന്നില്ല. നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങൾ വീണ്ടും 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 ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. റീയൂസബിൾസ് ആണ് അതിൻ്റെ സൊല്യൂഷൻ. ഒരു തവണ ഉപയോഗിച്ച് കളയുന്നതിന് പകരം 1000 തവണ റീയൂസ് ചെയ്യാം. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള സംഭവം കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ആദ്യം ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഒരു ചോക്ക് ബോർഡ് ഉണ്ട്. ആ ബോർഡിൽ ഞാൻ എഴുതിയത് എന്താണ് സംഭവം വായിച്ചു. അപ്പം ഇത് എന്താണെന്ന് എനിക്ക് ഇംഗ്ലീഷിൽ എഴുതിയത് എനിക്ക് മനസ്സിലായി, പക്ഷേ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന്
എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ശരിക്കും ഷോപ്പ് തുടങ്ങാനുള്ള റീസണിൽ ഒന്നാണത്. അതായത് WWFന്റെ ഒരു ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഒരു ആവറേജ് ഹ്യൂമൻ വീക്കിലി ആഴ്ചയിൽ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ അത്രയും പ്ലാസ്റ്റിക് ഇൻടേക്ക് ഉണ്ടെന്ന് പറയും. അതായത് 5 ഗ്രാം പ്ലാസ്റ്റിക് നമ്മൾ ഓരോരുത്തരും, അതായത് നമ്മളും നമ്മുടെ കുട്ടികളും എല്ലാവരും ഏതാണ്ട് 5 ഗ്രാം പ്ലാസ്റ്റിക് ഒരു ആഴ്ചയിൽ ഇൻടേക്ക് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ. സോ അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. സോ എന്നിട്ടും നമ്മൾ ഈ സാധനം യാതൊരു രീതിയിലുള്ള മടിയില്ലാണ്ട് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് പുറത്തേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത്. സോ അതിനൊരു ഡിഫറൻസ് ഉണ്ടാക്കുക. ഇപ്പം ഞാൻ പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം പ്ലാസ്റ്റിക് ഒഴിവാക്കി നമുക്ക് ജീവിക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷേ അതെ 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 പല കാര്യങ്ങളും പ്ലാസ്റ്റിക്കിലുണ്ട്. പക്ഷേ നമുക്ക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ശ്രമിച്ചാൽ ഒഴിവാക്കാൻ പറ്റും. സോ അത് ആ ഒരു രീതിയിലേക്കാണ് ഇത് സ്റ്റോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. സിൻസ് ഓപ്പണിംഗ് വി ഹാവ് സേവ്ഡ് 12,60,000 pieces of plastic from unnecessary use. അതായത് നമ്മൾ കട തുടങ്ങിയിട്ട് 3 വർഷമായി. ഈ 3 വർഷം കൊണ്ട് ഞങ്ങൾ ഈ ഒരു സ്റ്റോറിൽ നിന്ന്, ഇത് ഏതാണ്ട് 500 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു കടയാണ്. ഈ കടയിൽ നിന്ന് ഞങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എണ്ണമാണത്. അത് ഞങ്ങൾ ഓരോ ബില്ലിലും പ്രിൻറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. ഒരു കസ്റ്റമർ 20 ഐറ്റം സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ 20 പ്ലാസ്റ്റിക് കവറുകൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു സേവ് 20 pieces of plastic എന്ന് ഓൾറെഡി ബില്ലിൽ അടിച്ചു കൊടുക്കും. സോ ഞങ്ങൾക്കത് കറക്റ്റ് എക്സാക്റ്റ് കണക്കുണ്ട്. സോ അത്രയും പ്ലാസ്റ്റിക് ആണ് ഈ 3 വർഷം കൊണ്ട് ഈ ഒരു എവറി ഡേ കൗണ്ട് ചെയ്താണ് പോകുന്നത്. സോ അപ്പോൾ അതൊരു ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വലുതാണ്. സോ ഇതൊരു ചെറിയ കടയാണ്. ഇതുപോലെ ഏതാണ്ട് 50ഓളം കടയുണ്ട് കോലഞ്ചേരി തന്നെ. സോ കേരളം മുഴുവൻ എത്ര കടയുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എത്രമാത്രം പ്ലാസ്റ്റിക്കാണ് പുറത്തേക്ക് വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. സോ നമ്മളിതിനെ ഒരു ഇതിലേക്ക് മാറിയേ പറ്റുള്ളൂ. കാരണം ഓൾറെഡി ലേറ്റ് ആണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞു ഇതൊരു 500 സ്ക്വയർ ഫീറ്റ് ഉള്ള കടയാണെന്ന്. പക്ഷേ ഇവിടെ എല്ലാ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഇവിടെ എല്ലാം ലൂസായിട്ടാണ്. നോർമലി നമ്മൾ സാധനങ്ങൾ പാക്കറ്റിൽ വാങ്ങുന്ന സാധനങ്ങളുടെ എല്ലാം ബൾക്കായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ലൂസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് നമ്മളൊരു കസ്റ്റമർ ഒരു കണ്ടെയ്നർ കൊണ്ടുവരുവാണെങ്കിൽ ആ കണ്ടെയ്നർ വെച്ച് അവർക്ക് തന്നെ റീഫിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നമ്മളല്ല ഇത് എടുത്ത് കൊടുക്കുന്നത്. കസ്റ്റമർക്ക് തന്നെ അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അവരുടെ കണ്ടെയ്നറിലേക്ക് റീഫിൽ ചെയ്യാം. സോ ഇപ്പോൾ കസ്റ്റമർ ഒരു കണ്ടെയ്നർ കൊണ്ടുവരുവാണെങ്കിൽ കണ്ടെയ്നർ ഇവിടെ വെക്കുക, അതിലേക്ക് റീഫിൽ ചെയ്യുക. കണ്ടെയ്നർ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉള്ളത് ക്ലോത്ത് കവറുണ്ട്. ഇത് ഓർഗാനിക് കോട്ടൺ ബാഗ്സ് ആണ്, റീയൂസബിൾ ആണ്. ഇത് നമുക്ക് ഒരു തവണ ഇപ്പം ഇതും അതുപോലെ തന്നെ നമുക്ക് റീഫിൽ ചെയ്യാം. ഇതിൽ കയറ്റി വയ്ക്കുക, റീഫിൽ ചെയ്യുക. സോ ഇത് കൊണ്ടുപോയി നമ്മുടെ പാത്രത്തിലേക്ക് ഇടുക. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ കവർ തന്നെ തിരിച്ചു കൊണ്ടുവരിക. ക്ലോത്ത് ബാഗ് ഇല്ലാത്തവർക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പർ കവേഴ്സാണ്. സോ ഇതുപോലെ പേപ്പർ കവേഴ്സ് ഇതിന് വേറെ അഡീഷണൽ പേയ്മെൻ്റ് ഒന്നുമില്ല. ഇതിൽ അവർക്ക് സാധനങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാം. സോ പക്ഷേ ഞങ്ങളിതിനെ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം പേപ്പർ കവേഴ്സ് എന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്ന് എടുക്കുന്നതാണ്. സോ എപ്പോഴും റീയൂസബിൾസ് തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് ചില കേസുകളിൽ പേപ്പർ കവേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. ഒന്നും പ്രിസർവേറ്റീവ് ഇല്ല, കളറില്ലാത്ത പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. പ്രൈസും കുറവായിരിക്കും. ശരിക്കും സീറോ വേസ്റ്റ് സ്റ്റോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്രീമിയം സെഗ്മെൻറ്റിനുള്ള സ്റ്റോഴ്സ് എന്നുള്ള രീതിയിലാണ് എല്ലായിടത്തും കൺസിഡർ ചെയ്യുന്നത്. പ്രൈസ് എല്ലാം കൂടുതലായിരിക്കും, ഫുള്ളി ഓർഗാനിക് ആയിരിക്കും. ഞാനും ഓർഗാനിക് കുറേ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഹോം മെയ്ഡ് പ്രോഡക്ട്സിനാണ്. കാരണം ഓർഗാനിക്കിലേക്ക് പോകുമ്പോൾ ഇതിന് പ്രൈസ് കൂടുതലാണ്. സോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാം. കാരണം നമ്മൾ ഒരു വിഭാഗം ആൾക്കാരെ കൊണ്ട് മാത്രം നമ്മൾ സീറോ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സും സീറോ വേസ്റ്റ് ഫോർമാറ്റിലേക്ക് വന്നാലാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടാവും. ഞാൻ ഇവിടെ കണ്ടതില് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് ഇങ്ങനെ വുഡൻ സെറ്റിംഗ് ഒക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ആണ് ഞാൻ കുറെ കാലമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷെ ഞാനിത് ഓൺലൈനൊക്കെ നോക്കിയപ്പോൾ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. ഇത് ബാംബു ആണല്ലേ? ഓക്കെ. ഇതിന്റെ സ്റ്റെം ബാംബു ആണ്. ഇത് ശരിക്കും നമുക്ക് ഇത് നൈലോൺ 4 ആണ് ഇപ്പോൾ ഇതിലുള്ളത്. പക്ഷേ ഇത് കോൺഫൈബേഴ്സിലും പിക് ഹെയറിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ടൂത്ത് ബ്രഷ് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് തന്നെയാണ് ബില്യൺസ് ഓഫ് പീപ്പിൾ ആലോചിക്കുന്നത്. ഞാൻ ഷോപ്പ് തുടങ്ങുമ്പോൾ ഈ ബ്രഷിന് ഏതാണ്ട് 120 rupees ഒക്കെ ആയിരുന്നു. ഓൺലൈനിൽ ഇപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് അവർ സെൽ ചെയ്യുന്നത്. സോ ഇത് ഞാനിവിടെ 40 rupees-നാണ് കൊടുക്കുന്നത്. അതുപോലെ ഇതെല്ലാം നീം പ്രോഡക്ട്സ് ആണ്. നീമിന്റെ കോമ്പുകൾ, അതിന്റെ കിച്ചൺ യൂട്ടിലിറ്റീസ്, ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് കൂടുതലും ഇതിന്റെ ഒരു മെയിനായിട്ട് നമ്മുടെ ഒരു ലോക്കൽ എക്കണോമിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. എപ്പോഴും നമ്മൾ ഇവിടെ സ്മോൾ ബിസിനസ്സുകൾ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഇത് നീമിന്റെ വുഡിലുള്ള പെൻസിലാണ്.
ആക്ച്വലി ഞാൻ എവിടെയും ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഫേസ് വാഷ് മുതൽ ബോഡി വാഷ് വരെ ഇവിടെ വലിയൊരു ഗാലണിലാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? ഇത് നമുക്ക് നമ്മുടെ പഴയ ബോട്ടിലുകൾ കൊണ്ടുവരാം. നമ്മുടെ ഷാമ്പൂ ബോട്ടിലുകളോ കണ്ടീഷണർ ബോട്ടിലുകളോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. സോ അതിലേക്ക് റീഫിൽ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഐറ്റം നമുക്ക് എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ ടയർ വെയിറ്റ് എടുക്കുന്നുണ്ട്. സോ ഇപ്പം എന്ത് ഐറ്റമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം നിങ്ങൾക്ക് ഷാമ്പൂ ആണ് വേണ്ടതെങ്കിൽ അപ്പോൾ അത് സാൻഡൽ ഹണിയാണ്. സോ ഇതെടുക്കുക, ഇത് ഇതിലേക്ക് വെക്കുക, പമ്പ് ചെയ്യുക. ഇതെല്ലാം കസ്റ്റമർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി എടുക്കാം. അതെ അതെ. അപ്പോൾ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി മതിയെങ്കിൽ അത്ര എടുത്താൽ മതി. എന്നിട്ട് ഇതിന്റെ വെയിറ്റും അതെ അതെ അതെ. സോ ഇതിലെല്ലാം കോഡ് നമ്പേഴ്സ് എഴുതുന്നു. ഇപ്പോൾ ഇതിന്റെ കോഡ് നമ്പർ 976 ആണ്. സോ ഇത് വെക്കുക, ഇതിന്റെ ടയർ വെയിറ്റ് അടിക്കുക, 976 അടിക്കുക. പ്ലാസ്റ്റിക് ഇല്ലാണ്ട് കിട്ടിയില്ല, നമ്മുടെ കണ്ടെയ്നർ ആണെന്ന് ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടെയ്നേഴ്സ് ഇല്ല എങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗ്ലാസ് ബോട്ടിൽസ്. സോ ഇതിന് അഡീഷണൽ 30 rupees അഡീഷണൽ വാങ്ങിക്കും. ബോട്ടിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ 30 rupees റീഫണ്ടബിൾ ആണ്. അതുപോലെ തന്നെ ഈ ബോട്ടിൽ കൊണ്ടുവന്ന് റീഫിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രൈസ് ഉള്ള ഇത് കൂടാണ്ട് എല്ലാത്തിനും 2% ഡിസ്കൗണ്ട് കൊടുക്കും. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ പഴയ പ്ലാസ്റ്റിക്കോ ഗ്ലാസോ പേപ്പറോ എനി കണ്ടെയ്നേഴ്സ് ഓർ കവേഴ്സ് എന്തിൽ കൊണ്ടുവന്ന് നമ്മുടെ പാത്രത്തിലാണ് റീഫിൽ ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂന്റെ 2% ഡിസ്കൗണ്ട് ഉണ്ടാവും ബില്ല്. ഈ ബോട്ടിൽസ് എല്ലാം കസ്റ്റമേഴ്സ് റിട്ടേൺ കൊണ്ടുവന്ന ബോട്ടിലുകളാണ്. ഇത് രണ്ടാമത് റീ വാഷ് ചെയ്തിട്ട് ഇപ്പൊ ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ പാചകത്തിന് 3-4 സ്റ്റിക്കേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം റീ യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് വാഷ് ചെയ്തിട്ട് റീഫിൽ ചെയ്ത് വയ്ക്കും. അടുത്ത കസ്റ്റമർ അത് കൊണ്ടുപോകും. 50 rupees ഞങ്ങൾ ബോട്ടിൽ വാങ്ങിക്കും. ഇതിന് 25 rupees, ഇത് 20 rupees. അങ്ങനെയാണ് ബോട്ടിലിന് കോസ്റ്റ് വാങ്ങിക്കുക. ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ്. ബോട്ടിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കും. അതെ, വെയിങ് മെഷീൻ ഇങ്ങനെയാണ്. ഇതിപ്പം ഒരു കസ്റ്റമർ ഒരു കണ്ടെയ്നർ കൊണ്ടുവരുവാണെങ്കിൽ, ഇത് കസ്റ്റമർ കൊണ്ടുവരുന്ന കണ്ടെയ്നർ ആണെങ്കിൽ ഫസ്റ്റ് ഇതിന്റെ ടയർ വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇതെല്ലാം കസ്റ്റമറാണ് ചെയ്യേണ്ടത്. സോ ഇത് ഇതിൽ സ്റ്റിക്ക് ചെയ്യുക. പിന്നെ നമ്മളിത് കൊണ്ടുപോയിട്ട് സാധനം ഫില്ല് ചെയ്യുക, തിരിച്ചു വന്നിട്ട് വെക്കുക. അതിനു മുമ്പ് ഇതിന്റെ ടയർ വെയിറ്റ് അടിക്കുക, സംഭവം വെക്കുക. ആ ഐറ്റത്തിന്റെ കോഡ് എല്ലാത്തിലും കോഡ് നമ്പേഴ്സ് ഉണ്ട്. എന്തൊക്കെ ഐറ്റം ആണോ അതിലെല്ലാത്തിനും കോഡ് നമ്പേഴ്സ് നോട്ടഡ് ആണ്. ആ കോഡ് നമ്പർ ഇതിലടിക്കുക. ഇപ്പോൾ 256 ആണെങ്കിൽ അതടിക്കുക. അതാത് ഐറ്റത്തിന്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടും. ഇതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞ ആ ഒരു മുന്നത്തെ ജനറേഷൻ അല്ലേ? പേരെന്താണ്? യോഹന്നാൻ. അപ്പയാണ് ഈ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ആദ്യം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത്. കാരണം എല്ലാരും പറഞ്ഞപ്പോ എംടെക് കാരനായ പലചരക്കടക്കാരൻ എന്ന് പറയുന്നത് ഞാൻ എംടെക് പഠിച്ചെങ്കിൽ എന്റെ ബ്ലഡിലുള്ളതാണ് ശരിക്കും. ബിസിനസ് പണ്ടേ ഉണ്ട്. എന്റെ ഫാമിലി ബിസിനസ് ആണ്. സോ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരിക്കലും ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വരില്ല. ഓക്കെ, അപ്പം ഇവിടുത്തെ പ്ലാൻ എന്തായാലും സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പരിചയപ്പെടലോടുകൂടി നമ്മുടെ ജനങ്ങളുടെ തെറ്റിദ്ധാരണയും കാഴ്ചപ്പാടും ഒക്കെ എന്തായാലും മാറുമെന്ന്. ഇതുപോലെ വ്യത്യസ്തവും പ്രചോദനം ഉണർത്തുന്ന സംഭവങ്ങളുമായി ഞാൻ വീണ്ടും എത്തും. ശുഭദിനം. ചേച്ചിയെ ഇതൊരു അടിപൊളി സംഭവം ഉണ്ടായി. എന്താ? ഞാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കായിരുന്നേ കണക്കൊക്കെ നോക്കിട്ടെ. അപ്പൊ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. ഫോൺ ഞാൻ എടുത്ത് സംസാരിക്കുമ്പോ ആരാ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. സത്യമായിട്ടും ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണ് നമ്മുടെ പരസ്യം എന്നാ വിചാരിച്ചേ, വാക്സിന്റെ. എന്നാ അതല്ല സംഭവം. ഇതിങ്ങനെ സംസാരിച്ച് പുള്ളി എന്നോട് വിശേഷം കുശലൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നേരിട്ട് വിളിച്ചാന്ന്. കുറച്ചറിഞ്ഞപ്പോ ഞാൻ ചങ്ങി പോയി. ചേച്ചി എന്താ? ഒരു മിമിക്രിക്കാരൻ പയ്യനായിരുന്നു. എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ നിന്നെ നരേന്ദ്രമോദി വിളിക്കല്ലേ? നമ്മൾ ഈ ടിവിയില് ഷോ ഒക്കെ ചെയ്ത് കണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എന്റെ ഫാനാണ് ആ പയ്യൻ. കണക്ഷൻ വരുന്നില്ല. എന്റെ ഫാനാണ് ആ പയ്യൻ. നിന്റെ ഫാൻ? അപ്പൊ ഞാൻ അവനൊരു അവസരം കൊടുക്കുമെന്നൊക്കെ ചോദിച്ച് ഞാൻ മിമിക്രി ഒക്കെ ചെയ്യുന്ന വന്ന് എന്നെ വിളിച്ചാണ്. ഞാൻ പിന്നെ പാവല്ലേ വന്ന് നമ്മളൊന്ന് കാണാൻ പറഞ്ഞു. ആണോ? നമ്മുടെ സ്ഥലത്തെ പ്രധാന വേദിച്ച് വിടാല്ലേ? ഞാൻ വിളിച്ചിട്ട് ഇവിടെ എത്തിപ്പണ്ട്. ഞാൻ കൂടി വന്നേ. മോനെ മഹേഷേ കേറി പോരടാ. ഈ മഹേഷിന് എനിക്കറിയാം. പിന്നെ ഈ മഹേഷ് ഭയങ്കര വൈറലല്ലായിരുന്നു? എടാ സത്യം പറയടാ, നീ വിളിച്ചതോ അതോ നിന്നെ വിളിച്ചതോ? പറയടാ സത്യം. ഞാൻ വിളിച്ചത്. എനിക്ക് നേരത്തെ അറിയാം. ഫേസ്ബുക്കിൽ ആളുടെ പരിപാടി. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഞാൻ കൈയും കാലൊക്കെ പിടിച്ചിട്ടാ വന്നേ. എന്തായാലും നല്ല കാര്യം ആയതുകൊണ്ട് എന്നെ ഒന്നും പറയുന്നില്ല. അപ്പൊ നമസ്കാരം മഹേഷ്. നമസ്കാരം. പ്രത്യേകം പറയണ്ട, മഹേഷാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്നത്തെ നമ്മുടെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് മഹേഷാണ്. മഹേഷിനെ എല്ലാവർക്കും തന്നെ അറിയാം. കാരണം മഹേഷിന്റെ വീഡിയോ വൻ വൈറലായിരുന്നു. വെറും വൈറലല്ല, വൻ വൈറൽ. നമ്മളിന്ന് വിളിച്ചു വരുത്തിയത് മഹേഷിന്റെ ടാലന്റ് അടുത്തിരുന്ന് കാണുക എന്നുള്ള ഉദ്ദേശം തന്നെ. അതൊരു സുഖമാണല്ലോ. ക്യൂരിയോസിറ്റി. മഹേഷിന്റെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. എന്ത് ചെയ്യുന്നു മിമിക്രി അല്ലാതെ വേറെ? ഞാൻ പ്രൊഫഷണലി മെക്കാനിക്കൽ ഡിപ്ലോമ പോളി മെക്കാനിക്കലാണ്. ഇപ്പോൾ AVT
മെയിൻ്റനൻസിൽ വർക്ക് ചെയ്യുന്നു. ഒപ്പം മിമിക്രിയും കൊണ്ടുപോകുന്നു. എവിടെ നിന്നാണ് ഈ ഒരു ഐഡിയ വന്നത്? ഇതൊന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടേക്കാം, ഇങ്ങനൊരു സംഭവം എങ്ങനെ തലേ വന്നു? അത് ചുമ്മാ വന്നതാണ്. കാരണം അശ്വിൻ ഭാസ്കർ പെർഫെക്റ്റ് ഒക്കെ വീഡിയോ ചെയ്തപ്പോൾ ആ ഡയലോഗ്സ് പിണറായി സാറിന്റെ വോയിസിൽ ചുമ്മാ ഇങ്ങനെ വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ചേട്ടനും മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ മോദി സാറും പിണറായി സാറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അതങ്ങനെ വൈറലായി. വെറുതെ സംസാരിച്ചിരിക്കുമ്പോ പോലും ചെറിയ തോതിലല്ല ഒരു വിനീത് ശ്രീനിവാസൻ ലുക്കും സംസാര രീതിയും ഒന്നും കൂടി മയപ്പെടുത്തി സംസാരിച്ച തനി വിനീതേട്ടനെ ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ വിനീതേട്ടന്റെ കാര്യം മനസ്സിലാവും. അത് എല്ലാവരും പറയാറുണ്ട്. വിനീതേട്ടൻ മിമിക്രി ചെയ്യാറുണ്ടോ? വിനീതേട്ടനെയാണ് ഞാൻ ആദ്യം അനുകരിച്ചത്. ആണല്ലേ? ഇപ്പോഴും വിനീതേട്ടനുണ്ട്. പിന്നെ ഈ പെർഫോമൻസ് കണ്ടിട്ട് വിനീതേട്ടൻ വിളിച്ചു, അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ കാണിക്കണമെന്ന്, അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നാട്ടിലെത്തുമ്പോൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് തന്നെ പുള്ളി മീറ്റ് ചെയ്ത് അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവട്ടെ. ഏറ്റവും ആദ്യം ചെയ്യുന്ന മിമിക്രി വിനീത് ശ്രീനിവാസനാണ്. ഏറ്റവും ആദ്യമായിട്ടും പിന്നെ എനിക്ക് ഏറ്റവും എളുപ്പത്തിലും അനുകരിക്കാൻ കഴിയുന്നു. കാരണം ഇപ്പൊ പറഞ്ഞ ഒരു സാമ്യം ഓൾറെഡി കിടപ്പുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത് ശ്രീനിവാസനാണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ്, കുറേ നാളായിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ എന്തായാലും കാരണം എൻ്റെ ഇപ്പോൾ മഹേഷ് എൻ്റെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ മഹേഷിനെ വിളിച്ചിരുന്നു. നല്ലൊരു ആർട്ടിസ്റ്റാണ്. കാരണം എൻ്റെ വോയിസ് പണ്ട് തൊട്ട് ചെറുപ്പം തൊട്ടേ അവനെ അനുകരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അവനെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് കുറച്ച് നമ്പറുകളിലേക്ക് കടക്കാം. അടുത്തത് ഏതാണ്? അടുത്തത് നമ്മുടെ ഡയറക്ടർ സാർ ജിത്തു ജോസഫ് സാറിന്റെ ശബ്ദാനുകരിക്കാം. ദൃശ്യം 2 സമയത്തിൽ എന്നോട് പലരും ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ദൃശ്യത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കിയത്, എന്തിനാന്ന് ചോദിച്ചു. കാരണം അത്രയ്ക്കും വിജയമായൊരു സിനിമ. കാരണം ദൃശ്യം 3യുടെ ക്ലൈമാക്സ് എൻ്റെ ഒരു ത്രെഡ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ആൻ്റണിയോട് സംസാരിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ചെറിയ ഓക്കെയും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സംഭവിക്കും. കാരണം ദൃശ്യം 2 എനിക്ക് കുറേ സീനുകൾ ചെയ്യാതിരിക്കാൻ പറ്റും. കാരണം ആ ലാലേട്ടൻ അങ്ങനെ തിരിഞ്ഞു വരുന്നൊരു സീനുണ്ട്, അത് ഞാൻ മിസ് ചെയ്തു. അത് സിനിമയിലൊന്നും ആ അടിപൊളി സീനായിരുന്നു. കാരണം എനിക്കത് മിസ് ചെയ്യുന്നത് ലാലേട്ടൻ്റെ സ്റ്റാർഡം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാനുള്ള കഴിവാണ്. അത് സിനിമയായാലും OTT ആയാലും നാടകമായാലും അത് സംഭവിച്ചിരിക്കും. ഇനി നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ആണ് നമ്മുടെ മെയിൻ. അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് പോവാം. ഇന്ന് 43,550 പേർക്ക് പുതുതായി രോഗബാധ ഉണ്ടായി. ഇപ്പോൾ നടപ്പിലാക്കിയ ലോക്ക്ഡൗണും മുമ്പ് നടപ്പിലാക്കിയ ലോക്ക്ഡൗണും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നടപ്പിലാക്കുന്നത് എമർജൻസി ലോക്ക്ഡൗണാണ്. ആ ചെറുപ്പക്കാരന് നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ എടുത്തു. അയാളുടെ ശരീരത്ത് തൊട്ടില്ല, ആടെയൊന്നും ചെയ്തില്ല. എൻ്റെ ഈ 2 കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുക. ഇപ്പോൾ ഇടിക്കുന്ന പോലെയല്ല കേട്ടോ, ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ്. ആ ഇടിയുടെ ഫലമായി വല്ലാത്തൊരു ശബ്ദമുണ്ടാവുക. സ്വാഭാവികമായും അതിന് പിന്നാലെയുള്ള ചില വാക്കുകളും വരും. അത് നിങ്ങൾ ഊഹിച്ചാൽ മതി എന്താണ്. ആ ചെറുപ്പക്കാരന് ഞാൻ പറഞ്ഞ വാചകം അതിപ്പോൾ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പിടിച്ചു കൊണ്ടുപോടാ, ആരാ ഇവൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ കൈ ശുദ്ധമെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ട് വെറുതെ പറയുന്നതല്ല. ആരുടെ മുന്നിലും തലയുയർത്തിപ്പിടിച്ച് പറയാൻ കഴിയും. അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിലുണ്ട്. അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് കുറേ കാലം നിങ്ങളെല്ലാവരും കൂടി പ്രതിയാക്കാൻ വേണ്ടി നടന്നില്ലേ? ആ പ്രതിയല്ല എന്ന് പറഞ്ഞ ആരാ? കോടതിയെ വലിച്ചെറിയേണ്ടായത്. ഈ കേസ് നിലനിൽക്കുന്നില്ലെന്ന് മറന്നുപോയത് ഇപ്പോൾ നിങ്ങൾ പറയുന്നില്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം ഈ സഭയിൽ പറഞ്ഞല്ലോ ആ കേസിനെ പറ്റി. അതെല്ലാം മോഹങ്ങളാണ് സാർ. ശരിക്കും ഈ നേരത്ത് പത്രസമ്മേളനമൊക്കെ കണ്ടൊരു ഫീൽ കിട്ടി. പല
റേഞ്ചിലുള്ള സാധനം ആ എല്ലാം ഒറ്റയടിക്ക് play ചെയ്തിട്ട്. ഇനി അടുത്തത് ഇത് ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, മോദിജി. ആ പത്രസമ്മേളനം കൂടി കാണണം. അപ്പോൾ മോദിജിയുടെ ഞാനൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം കൊറോണയെ പറ്റി പറഞ്ഞ ഹിന്ദിയിൽ പറഞ്ഞ ഒരു കാര്യം. मेरे प्यारे देशवासियों नमस्कार। कोरोना की दूसरी वेव और दूसरी वेव से हम भारतवासियों की लड़ाई जारी है। दुनिया की अनेक फर्द भी इस लड़ाई के दौरान बहुत बढ़िया पीड़ा से जुड़ा है। എല്ലാ മലയാളിക്കും എൻ്റെ ഓണാശംസകൾ. കണ്ണൊക്കെ പോകുന്നുണ്ടോ? അടിപൊളി, ഒന്നും പറയില്ല, അടിപൊളി, ഭയങ്കര രസമുണ്ട്, സന്തോഷമായിരിക്കും. എന്തെങ്കിലും നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥലത്തെ പ്രധാന പയ്യൻസിൽ വന്നു, നമുക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ വിളമ്പിക്കോ, ഒന്നും നോക്കണ്ട. ഞാൻ കൂടുതലായിട്ടും സിനിമയിലെ സീൻ രംഗങ്ങളാണ് അവതരിപ്പിക്കുന്നത് മിമിക്രിയിൽ. അപ്പോൾ ഒരേ സമയം ഒരുപാട് പേരുടെ വോയിസ് കയറി വരും. ഓക്കെ, ഒരു സീൻ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതിൽ അഭിനയിച്ച എല്ലാവരുടെ ശബ്ദം ഉണ്ടാവും ഒരുമിച്ച് ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ലേറ്റസ്റ്റ് എന്താ? അപ്പോൾ ഞാനിപ്പോൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാലിക് എന്ന സിനിമയിൽ നമ്മുടെ ഫാത് ഫാസിലും ദിലീഷ് പോത്തനും വിനയ് ഫോട്ടോക്കെ ഉള്ള ഒരു രംഗം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ഇപ്പം ഇവിടെ താമസിച്ചിരുന്ന മുക്കുവന്മാരല്ലടാ പുറത്തുനിന്ന് എന്നെ വിശ്വസിച്ച് നിൽക്കണത്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം ഇവിടെ നിന്ന് ഒരു തരി മണ്ണ് പോലും നീ കൊണ്ടുപോകില്ല. മേലായിമാരെ ആൾക്കാരും വിളിച്ചോണ്ടിക്കൊണ്ട് വന്നാൽ നിനക്ക് എന്നെ അറിയാലോ, കൊന്നു ഞാൻ കടലിൽ തന്നു. അലിക്കാതെ വിട്ടേര്. സാമിയുടെ ആവശ്യം ചോദിച്ചു വന്നപ്പോൾ ഞാനിപ്പോൾ തന്നെ ആളെ പറഞ്ഞോട്ടെ. 20 കൊല്ലം ഏത് സർക്കാരിനെ പേടിച്ചിട്ടാണ് നമ്മളവിടെ ജീവിച്ചത്? ഏതേലും ഒരുത്തന്നെ ഒഴിപ്പിക്കാൻ വന്നിട്ടുണ്ടോ നമ്മുടെ സർക്കാർ? ഒഴിപ്പിക്കാൻ ഉണ്ടാന്ന് 10 കൊല്ലം കൊണ്ടുള്ള സ്ഥലം മൊത്തം എടുത്തിട്ട് പൊങ്ങിയൻ്റെ ഹാർബർ ഒരുമിച്ച് നോമ്പെടുത്ത് കൂടെ കൂട്ടിയിട്ട് പുറന്ന് ഉത്താനല്ല ഈ പഠിച്ചേ. സുലൈമാന നിനക്ക് ആ സാധനം ഇറക്കി തന്ന ആര്? ഞാൻ എതിരെ മൊഴി കൊടുക്കാൻ വല്ല ഉദ്ദേശിച്ചോണ്ടെങ്കിൽ അതിട്ട് തീർക്കാനെനിക്കറിയാടാ. എൻ്റെ സർക്കാരിൻ്റെ ജയിലിലോട്ട് ഇത് കയറ്റാനെനിക്കറിയാമെങ്കിൽ നീ എന്നെ തീർത്ത് കാണിയിട്ട. ഡേയുടെ ചന്ദ്രണ്ണം കൊല്ലത്തുനിന്ന് ആലപ്പുഴയിൽ നിന്ന് അരയന്മാരെ ഇറക്കി തുടങ്ങി. നമുക്കിനി തുറപിടിക്കാൻ പാടാ. നിങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ആൾക്കാരുടെ പണിയാണ് ഓണത്. പിന്നെ എന്തിനാണ് ഇപ്പൊ പള്ളിക്കാരുടെ പ്രശ്നം ഞങ്ങളും പെട്ട് ഡേയുടെ എത്തിയാണ്. അബു, നിങ്ങൾക്കിപ്പോഴും ഞങ്ങളുടെ ആഴ്ച വിശ്വാസം എങ്കിൽ കൂടെ വന്നാൽ സാധനൊറ്റയ്ക്ക് നമ്മൾ പിടിക്കും. ഒന്നും മിണ്ടാരല്ലേ? കോസ്റ്റ് ഗാർഡ് മുഴുവൻ ചന്ദ്രട്ടൻ്റെ കയ്യിലാണ്. സാധനങ്ങൾ പോയിട്ട് ഒരു മീൻ പിടിക്കാൻ പോലെ നമ്മൾ സമ്മതിക്കണ്ടേ? എന്തൊക്കെയാണ് ഇനി ഇന്ദുചൂടന്റെ ഭാവി പ്ലാൻസ്? ഭാവി പ്ലാൻസ് എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആവണമെന്നാണ്. അപ്പോൾ കൂടുതൽ ഇതിലേക്ക് വിഭവങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ കൊറോണയൊക്കെ ആയ ശേഷം പ്രോഗ്രാംസ് എല്ലാം കുറഞ്ഞു. സ്റ്റേജ് അതെ, ഇപ്പോൾ ഞാൻ ആളുകൾക്ക് സുപരിചിതമാവുന്നത് ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം വഴിയാണ്. കോമഡി ഉത്സവത്തിൽ ഒരു 10 എപ്പിസോഡ് ചെയ്യാൻ പറ്റി. അതിലൂടെ കുറച്ച് പേർക്ക് എന്നെ അറിയാം. പക്ഷേ ഈ പെർഫെക്റ്റ് ഓക്കെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിയത്. ആ ഒരു ലെയർ വിട്ട് കൂടുതലേക്ക് ഭാവി തലമുറ ഇനി മിമിക്രി ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് പേര് മിമിക്രി വിട്ട് പോയി. അപ്പോൾ ഇനി അവർക്ക് കോട്ടയം നസീർക്കൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോന്നുന്നു. അപ്പോൾ ഞാനും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നു. അതായി അതിനി അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇത് കാണുന്ന ഒരുപാട് പേരിലേക്ക് ഇത് എത്തട്ടെ. പിന്നെ മഹേഷിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി മഹേഷ് ഈ പറഞ്ഞത് തന്നെയാണ്. മഹേഷ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും മഹേഷ് ഇനിയും പുതിയ ഐറ്റമായിട്ട് വരും ഇവിടെ വരണം. അത്രയും സമയം നമ്മൾ നിർത്താതെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര എന്റർടൈൻഡ് ആയിരുന്നു കാണുന്ന എല്ലാവരും. അപ്പൊ നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഹലോ പിൻറായ്, എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു തരില്ലേ? തനിക്ക് വേണ്ടി ഒരു പാട്ട് തന്നെ റെഡിയാക്കി വെച്ചിരിക്കേ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. എന്താ മോദി? ആ ഓക്കെ പിൻറായ്. ഉച്ചയ്ക്ക് ആംപ്ലേറ്റ്, ചോറ്, ഉപ്പേരി, അപ്പേരിയൊക്കെ. 4 മണിക്കൊരു ചായ, ഒരു വട, ഒരു പഴംപൊരി, ഒരു വട, ഒരു അട, ഒരു വട, ഒരട. ഒന്ന് പറഞ്ഞേ. ഉച്ചയ്ക്ക് ആംപ്ലേറ്റ്, ചോറ്, ഉപ്പേരി, അപ്പേരിയൊക്കെ. 4 മണിക്കൊരു ചായ, ഒരു വട, ഉപ്പേരി, അപ്പേരിയൊക്കെ. എടോ 4 മണിക്കല്ല, ഉച്ചയ്ക്ക് ഉപ്പേരി, അപ്പേരി. താൻ എവിടെ കൊണ്ടാക്കുന്നത്? ഞായറാഴ്ച മാത്രം ബിരിയാണി. ഞായറാഴ്ച മാത്രം ബിരിയാണി. മച്ചാനത് പോരളിയാ. മച്ചാനത് പോരളിയാ. And it is
add 2, add 10, add cool, add back. ഒന്ന് പറഞ്ഞേ. Add this, add 2, add 10, add cool. എടോ അങ്ങനെയല്ല, ഇങ്ങനെ പാട്. Add this, add 2, add 10, add cool, add back. കടക്ക് പുറത്ത്. എന്തായാലും താങ്ക് യു വൺസ് അഗൈൻ മഹേഷ്. വീണ്ടും കാണാം. അതെ, എനിക്കറിയാം ഇനി ഇതിന്ന് ഒരുപാട് തീപ്പൊരി ഐറ്റംസ് വരുന്നു, അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ഇടയിൽ ഇതുപോലെ എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ അടുത്തേക്ക് വരിക. താഴെയുള്ള നമ്പറിൽ വിളിക്കുക. എനിക്ക് തോന്നുന്നു അധികം വേഗം മഹേഷിന്റെ ശിഷ്യന്മാർ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവട്ടെ. അപ്പൊ താങ്ക് യു.